IMA State President Joseph Benavan sir, Senior Advocate Benny Thomas, Program Coordinator Sri Kumar Vasudevan sir, IMA State Secretary Shashidharan sir, Jane Chiman sir, Senior IMA leaders, IMA members and my dear friends. As State President of KGMCTA, I would like to express our sincere thanks to IMA for inviting us for this program. It is the first time in Kerala the largest professional body of doctors, that is IMA, organizing such an elaborate and excellent discussion on this burning and sensitive issue of human rights of doctors. Regarding the medical college doctors, we are having totally different and difficult situation regarding the human rights issues. When the invitation from the IMA reached KGMCTA, our Central Executive Committee appointed a subcommittee with Professor T.P. Ashok sir as the chairperson, and the subcommittee studied the issue in detail, and our the chairperson Ashok sir is deputed to present all the findings here. I officially inviting Ashok sir. Once again, thank you all of you. IMA State President Dr. Joseph Benavan, Secretary Shashi, Sri Kumar Vasudevan sir, Advocate Roy Thomas, Ashokan sir അടക്കമുള്ള IMA senior leaders, സഹോദര സർവീസ് സംഘടനകളുടെ ഒഫീഷ്യൽസ്, പ്രസിഡന്റ് അടക്കമുള്ള ഒഫീഷ്യൽസ്. ആദ്യമായി ഞാൻ IMA പ്രസിഡന്റ് ജോസഫ് ബെനവനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും അതിന് പിന്തുണയായി നിന്ന നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ് ശ്രീ കുമാർ വാസുദേവനെയും ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഈ ഒരു ടൈറ്റിൽ പോലും വളരെ ആകർഷകമാണ് അല്ലേ? അതായത് പണ്ട് നമ്മളൊക്കെ കേട്ട ഒരു കവിതയുണ്ട്, ഒരു കവിവചനമുണ്ട് അല്ലേ? മൗനം മൗനം ആയിരം നാവുള്ള മൗനം. ഈ ഒരു ഹെഡിങ് നമ്മൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റം ചെയ്താൽ പ്രധാനപ്പെട്ട തർജ്ജമയാണെങ്കിൽ എന്താണ്, നിശബ്ദതയുടെ ഒച്ച എന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷെ അല്ല, മൗനത്തിൻ്റെ വാചാലതയാണ് അല്ലേ? നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇന്ന് സൂചിപ്പിച്ചതുപോലെ, ഒപ്പം മുമ്പ് സുരേഷ് കുമാർ പറഞ്ഞതിൻ്റെയും ഇടയിലായിരിക്കണം നമ്മുടെ അപ്രോച്ച് എന്ന് എനിക്ക് തോന്നുന്നു. വി വിൽ ഹാവ് എ പ്രൊഫഷണൽ ട്രേഡ് യൂണിയനിസം ഇൻ ദിസ് മാറ്റർ. കാരണം നമ്മൾ ഏറ്റവും നല്ല പ്രൊഫഷണലുകളാണ്. IMA ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് വ്യക്തമായൊരു പശ്ചാത്തലമുണ്ട്. ഒരു വേള ഡോക്ടർമാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങളോ ഒരു മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ നടത്തുന്ന വൈകാരിക പ്രകടനത്തിൻ്റെ ഭാഗമായി ലഘൂകരിച്ച് കാണാനുള്ള ഒരു പൊതുബോധം നമുക്ക് ചുറ്റും വളർന്നു വരുന്നുണ്ടോ എന്നൊരാകാംക്ഷ ഞങ്ങളങ്ങനെ ഉറപ്പിച്ച് പറയുകയല്ല, പക്ഷെ ഞങ്ങളൊരു ആശങ്കയാണ് സർ. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നീതി, ഇപ്പോൾ സുരേഷ് കാണിച്ച മാനന്തവാടി ഇഷ്യൂ അല്ലേ, വളരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് അത്തരമൊരു നിലപാട് അവിടെ വന്നത്. അതായത് നീതി നടപ്പാക്കേണ്ടവരും നീതി പീഠങ്ങളും ഒരു വേള ഈ ഒരു പൊതുബോധത്തിൻ്റെ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നൊരാശങ്കയും ഞങ്ങൾക്ക് ഉണ്ട്. കാരണം അത് വെറുതെ പറയുകയല്ല. സുരേഷിനോട് സൂചിപ്പിച്ചു, ആലപ്പുഴ കോവിഡ് കാലത്ത് തൻ്റെ പിതാവിനെയുമായി വന്ന അമ്പലപ്പുഴ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വന്ന ഒരു പോലീസുകാരൻ കാട്ടിയ പരാക്രമണങ്ങളിൽ നീതിപീഠം പോലും അത് അങ്ങനെ സംഭവിച്ചതല്ലേ എന്ന് ലഘൂകരിക്കാൻ ശ്രമിച്ചോ? ഒപ്പം തന്നെ എറണാകുളം ജില്ലാ ആശുപത്രിയിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയൊരു നിരീക്ഷണമുണ്ട്. ഞാൻ ഡോക്ടർമാരെപ്പോഴും പലപ്പോഴും ഒരു എക്സ്ക്യൂസ് അല്ല, നിയമപരമായിട്ട് അത് എക്സ്ക്യൂസ് അല്ല, ഞങ്ങൾക്കും അറിയാം. അതായത് തിരക്ക് കൊണ്ടാണ് ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ നിന്ന ഒരു മനുഷ്യൻ അവിടെ കൊളാപ്സ് ചെയ്ത് ഡെത്തായപ്പോൾ ഇപ്പുറം കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന ഡോക്ടർക്ക് അത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ ഈ ഡോക്ടർ ദൈവമൊന്നുമല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. ആ പരിമിതികൾ പലപ്പോഴും നീതിപീഠങ്ങൾ പോലും പരിഗണിക്കുന്നില്ലേ? അവിടെ കോടതി നടത്തിയ
ഒരു നിരീക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ തിരക്കൊരു എക്സ്ക്യൂസ് അല്ല എന്നാണ്. പക്ഷേ ആ തിരക്ക് കൊടുക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഒരു സർക്കാർ ജീവനക്കാരനായ ഡോക്ടറല്ലല്ലോ, അതൊരു സിസ്റ്റത്തിൻ്റെ അപാകതയല്ലേ. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഫാൾട്ടുകൾക്ക് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് മനുഷ്യാവകാശ ധ്വംസനമല്ലേ? ഒരു പക്ഷേ അത്തരം നിരീക്ഷണങ്ങൾ പോലും മനുഷ്യാവകാശങ്ങൾക്ക് എതിരല്ലേ? നമുക്കൊക്കെ അറിയാം 1948 ഫ്രാൻസിൽ നടന്ന UN ജനറൽ അസംബ്ലിയിലാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 30ഓളം ആർട്ടിക്കിൾസ് അതിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 തോന്നുന്നു സാർ, അല്ലേ? പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോൾ 6. ഈ 6 3 പ്രധാനപരമായി ഈ ആർട്ടിക്കിളുമായിട്ട് യോജിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നേരത്തെ സുരേഷ് ഉയർത്തിയ ഓരോ പ്രശ്നങ്ങളും ശരിക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലംഘനമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും IMA ഇത്രയൊരു ശ്രമമായി വന്നപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആ ശ്രമത്തെ എടുത്തത്. ഞങ്ങളെല്ലാവരും ഇരുന്നു, 2-3 പ്രാവശ്യം സൂമിലൊക്കെ ഇരുന്ന് ഞങ്ങൾ പറയേണ്ട പോയിന്റുകൾ വളരെ വ്യക്തമായിട്ട് കുറിപ്പുകളായിട്ട് നൽകിയിട്ടുണ്ട്. കാരണം എല്ലാം പറഞ്ഞു തീർക്കുക എന്നത് ഈ ഒരു സമയത്തിൻ്റെ പരിമിതിയിൽ സാധ്യമല്ല. പക്ഷേ ഞാൻ സുരേഷ് സാറിന് നന്ദി പറയുകയാണ്. അദ്ദേഹം എൻ്റെ ജോലി വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. ഒരു ആശുപത്രി സംവിധാനത്തിൽ അഡ്മിനിസ്ട്രേഷനിലാവട്ടെ, പേഷ്യൻ്റ് ലോഡിലാവട്ടെ, പേഷ്യൻ്റ് കെയറിലാവട്ടെ, പ്രത്യേകിച്ച് VIP ഡ്യൂട്ടിയിലാവട്ടെ, VIP ഡ്യൂട്ടി വിത്തിൻ ഇൻവെർട്ടഡ് കോമ, ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്ന ഒരു മേഖലയാണ് VIP ഡ്യൂട്ടി. ഹെൽത്ത് സർവീസിൽ ആരോഗ്യ വകുപ്പിൽ ഡോക്ടർമാർ മാത്രമല്ല, മെഡിക്കൽ കോളേജ് അധ്യാപകരും അതിന് നിയോഗിക്കപ്പെടാറുണ്ട്. ശബരിമല ഡ്യൂട്ടിയെപ്പറ്റി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് വിലക്കിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് റിലീജിയനുമായി ചേർന്ന് നിൽക്കുന്ന എന്ത് വർത്തമാനങ്ങളും നമ്മൾ ഭയപ്പാടോട് വിളിച്ചതിൻ്റെ ഒരു കാലമാണ് എന്ന് പറഞ്ഞ് ഞാനത് പറയണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സുരേഷ് അത് പറഞ്ഞപ്പോൾ എനിക്കും ഇത്തിരി ധൈര്യം വന്നു. കാരണം അവിടെയും നടക്കുന്നത് മനുഷ്യാവകാശ ധ്വംസനം തന്നെ. കാരണം ഏറ്റവും വലിയ മനുഷ്യാവകാശം പ്രൈമറി നീഡ്സാണ്. ആ പ്രൈമറി നീഡ്സ് പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലാണ് ഇത്തരം ഡ്യൂട്ടികൾ പലതും അറേഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കേവലം ഒരു വാദമല്ല, നഗ്നമായൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ആമുഖത്തോടു കൂടി മെഡിക്കൽ സുരേഷ് പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സമയം അതിനനുവദിക്കുന്നില്ല. അതൊക്കെ ഞങ്ങളുടെയും കൂടി പ്രശ്നമാണെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് അധ്യാപകർ അഭിമുഖീകരിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളെപ്പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ മേഖലയിലുള്ള ഏറ്റവും വലിയ ആശുപത്രികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സാധാരണക്കാരനും പറയും മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. പക്ഷെ അതൊരു ആശുപത്രിയാണോ? ശരിക്കും പറഞ്ഞാൽ അതൊരു ആശുപത്രി അല്ലല്ലോ, അതൊരു കലാലയമാണ്. ഡോക്ടർമാരിൽ വളരെ വ്യത്യസ്തമായ 3 ജോലികൾ ചെയ്യാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളാണ് നമ്മൾ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് എന്നാണ് സാധാരണ പറയൽ. പക്ഷെ ഞങ്ങൾ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അല്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജ് അധ്യാപകരാണ്. കാരണം ഏതൊരു മെഡിക്കൽ കോളേജിൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളുടെ അധ്യയനമാണ്, പഠനമാണ്. MBBS വിദ്യാർത്ഥികളുടെയും PG വിദ്യാർത്ഥികളുടെയും നമുക്ക് പണ്ടത്തെ കാലത്ത് ഏറ്റവും നോളജിനായിരുന്നു ഇമ്പോർട്ടൻസ് അല്ലേ? പക്ഷെ ഇന്ന് എല്ലാ തൊഴിൽ മേഖലകളും പ്രൊഫഷണലിസ്റ്റിലേക്ക് കടക്കുകയാണ്. അവിടെ സ്കിൽസിനാണ് പ്രാധാന്യം. ഒരുപക്ഷെ അറിവിനേക്കാളും പ്രായോഗികതക്കാണ് പ്രാധാന്യം. കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുന്നതിലാണ് പ്രാധാന്യം. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും കാലത്തെ പഠനത്തിൽ നിന്നും തികച്ചും വിഭിന്നമായൊരു പഠന രീതിയാണ് ഇപ്പം NMC നിഷ്കർഷിക്കുന്നത്. അതായത് കോമ്പിറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, CBME എന്ന് പറയും. കോമ്പിറ്റൻസി, അവിടെ കോമ്പിറ്റൻസിക്ക് പ്രാധാന്യം കൊടുത്ത് നാട്ടിൻ്റെ ആവശ്യമാണത്. ഒരു കാലത്ത് ഇന്ത്യൻ ഡോക്ടർമാർ ഗൾഫിലും മറ്റ് യൂറോപ്യൻ നാടുകളിലൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇന്ന്
ലോക കമ്പോളത്തിൽ ഇന്ത്യൻ ഡോക്ടർമാർക്ക് അത്ര വലിയൊരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഒരു പാശ്ചാത്യ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ ട്രെയിനിങ്ങോ ഒക്കെ കഴിയുമ്പോഴാണ് അവർ കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലും ഇപ്പം ആ ഒരു വഴിയിലാണ്. അതായത് കോമ്പിറ്റൻ്റായ ഗ്രാജുവേറ്റ്സിനെയും PGസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് അധ്യയനം മാറിയിരിക്കുക. പണ്ടത്തെ പോലെ ഒരു ക്ലിനിക്കൽ ഡിസ്കഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന രീതിയൊക്കെ മാറി സ്കിൽ ബേസ്ഡ് ആയിട്ട് വളരെ സമയം ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണത്. അവിടെ ചികിത്സ സെക്കൻഡറി ഒബ്ജക്റ്റീവ് മാത്രമാണ്. ഇത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് അധ്യാപകർ പോലും പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ പോലും പലപ്പോഴും വിചാരിക്കും നേരത്തെ സുരേഷ് കാണിച്ച ചിത്രങ്ങളിലുള്ള പോലത്തെ ക്രൗഡ് തീർക്കലാണ് ഞങ്ങളുടെ പ്രധാന പണിയെന്ന്. അതല്ല, വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന പണി. NMC ഗൈഡ് ലൈനുകൾ സ്റ്റാഫ് പാറ്റേൺ ഓരോ വർഷവും MBBS കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ എണ്ണം കുറച്ചുകൊണ്ട് വരികയാണ്. അത് അധ്യാപനത്തിന് മാത്രമാണ്. 100 MBBS സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജിലാണെങ്കിൽ പീഡിയാട്രിക്സിൽ ഒരു പ്രൊഫസറും ഒരു അസോസിയേറ്റ് പ്രൊഫസറും 2 അസിസ്റ്റന്റ് പ്രൊഫസറും മതി. പക്ഷേ NMC നിശ്ചയിക്കുന്ന രോഗികളുടെ എണ്ണമോ ആശുപത്രികളിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വെച്ചിട്ട് 100 MBBS സീറ്റുള്ള ഒരു കോളേജിൽ 540 OP മതി. നമ്മൾ കൈകാര്യം ചെയ്യുന്ന OPയോ? അപ്പോൾ അതൊരു എക്സ്പ്ലോയിറ്റേഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ 3 ജോലികൾ ചെയ്യാൻ പറയുക. 1 പഠിപ്പിക്കൽ, 2 ചികിത്സ, 3 പോരാ, പ്രൊമോഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഗവേഷണ പ്രബന്ധങ്ങളും കൂടി വേണം. ഇത് ഒരു മനുഷ്യന് എല്ലാം കൂടി ചെയ്യുക എന്ന് പറയുന്ന ഹ്യൂമൻലി തന്നെ പോസിബിളാണോ? അവിടെയൊക്കെ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ പൊളിറ്റിക്കൽ നേതൃത്വം വിചാരിക്കുന്നത് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ ആശുപത്രിയാണ്. അത് ആശുപത്രിയല്ല, അത് മെഡിക്കൽ കോളേജാണ്, അതൊരു കലാലയമാണ് എന്ന് സ്ഥാപിച്ചു കിട്ടുകയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ OPയിലെ ലോഡിനെ പറ്റി നിങ്ങൾ ഈ നേരത്തെ സുരേഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ്. പക്ഷെ മെഡിക്കൽ കോളേജുകളിൽ അത് ഓരോരോ സ്പെഷ്യാലിറ്റി OPയിലും നിങ്ങൾ നേരത്തെ കാഷ്വാലിറ്റിയിൽ മുമ്പിൽ കണ്ട പുരപ്പറമ്പിലെ തിരക്ക് ഉണ്ടാകും. കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി പോലുള്ള OPകളിലൊക്കെ വളരെ കുറഞ്ഞ ആളുകളാണ്, ശരാശരി 150 മുതൽ 200 വരെ ആളുകളെ നോക്കി വിടുന്നത്. അപ്പോൾ നേരത്തെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണവും ഇതുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. കാരണം സിസ്റ്റം അവിടെയൊക്കെ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറണമെങ്കിൽ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചൊരു ഉത്തരവുണ്ട്. നിങ്ങൾ എന്താണ് ട്രയാജ് തുടങ്ങണം അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു ഉത്തരവുണ്ട്, റഫറൽ സിസ്റ്റമാണ്. മിക്ക മെഡിക്കൽ കോളേജുകളും റഫറൽ ആശുപത്രികളാണ്. ആരോഗ്യ സംവിധാനങ്ങളിൽ, ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മറ്റ് ആശുപത്രികളിൽ വേണ്ടത്ര ഹ്യൂമൻ റിസോഴ്സ് സജ്ജീകരിക്കാതെ പ്രോപ്പറായ ഒരു റഫറൽ സിസ്റ്റം ഒരിക്കലും സാധ്യമാവില്ല. അപ്പം ആരോഗ്യ വകുപ്പ് ആ തരത്തിൽ പരിവർത്തിക്കപ്പെടുക എന്നത് ആരോഗ്യ വകുപ്പിൻ്റെ മാത്രം ആവശ്യമല്ല, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവായ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സംവിധാനങ്ങൾ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു ശാക്തീകരണം നടന്നു കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് റഫറൽ സിസ്റ്റത്തിന് വേണ്ടി പറയുക. ഈ അടുത്ത കാലത്തായി എല്ലാവരും ചിരിച്ചു പോകുന്ന ഒരു ഓർഡർ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, പുതിയ മെഡിക്കൽ കോളേജുകളിലൊക്കെ തുടങ്ങുമ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ NMC പറഞ്ഞ ആ പോസ്റ്റുകൾ പറ്റുന്നതിൽ എന്തെങ്കിലും കുറക്കാൻ പറ്റുമോ ആ വിധത്തിലാണ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്തെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷന് പോയി. അവിടെ എനിക്ക് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം ഞാൻ കണ്ടു. നമ്മളെപ്പോഴും പ്രൈവറ്റിനെ കുറ്റം പറയും പലരും, പക്ഷേ അങ്ങനെ അല്ല എന്ന് തോന്നിപ്പിച്ചൊരു സംഗതി കണ്ടു. മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആവശ്യത്തിനധികം ഫാക്കൽറ്റി ഉണ്ടായിരുന്നു. NMC ഉദ്ദേശിക്കുന്നത് തത്വത്തിൽ അതാണ്. അതായത് ഏതൊരു ഇൻസ്പെക്ഷൻ ഡേയിലും വന്നു കഴിഞ്ഞാൽ 90% ഫാക്കൽറ്റി അവിടെ ഉണ്ടെങ്കിലേ അവർ പ്രസൻ്റായിട്ട് അവരെടുക്കും.
അപ്പോൾ വേണ്ടതിൻ്റെ ഒരു 20% കൂടുതൽ നിയമിക്കപ്പെടണമെന്നാണ് NMCയുടെ ആഗ്രഹം. അതുപോലെ തന്നെ NMC വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇത്രയും ഫാക്കൽറ്റി, ഈ 4 ഫാക്കൽറ്റി പറയുന്നത് ഫോർ ടീച്ചിങ്. ഇഫ് ദർ ഇസ് എനി എക്സ്ട്രാ പേഷ്യൻ്റ് ലോഡ് which should be managed by the excess number of faculty or senior resident. പക്ഷേ ഈ വരികൾ എത്ര തന്നെ എഴുതിയാലും എത്ര തന്നെ പറഞ്ഞാലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചെവിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കണ്ണിലോ കാതിലോ അത് വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് ഈ അടുത്ത ഓർഡർ ഇറക്കുക. ഇൻ എവരി കാഷ്വാലിറ്റി ദർ ഷുഡ് ബി എ ഡ്യൂട്ടി MO in the cadre of assistant professor and above for 24 hours. 24 മണിക്കൂറോ അസിസ്റ്റന്റ് പ്രൊഫസറോ അതിൻ്റെ മേലെയോ ഉള്ള തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു MO കാഷ്വാലിറ്റിയിൽ ലഭ്യമായിരിക്കണമെന്ന്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെ ഉണ്ടാവുക 2 അസിസ്റ്റന്റ് പ്രൊഫസറും 1 അസോസിയേറ്റ് പ്രൊഫസറും. ഇതിനെ എന്താണ് വിളിക്കുക? ഇത്തരം ഓർഡറുകളെ നിയമപരമായിട്ട് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യം. തീർച്ചയായും ഈ ശ്രമം IMA നടത്തിയപ്പോൾ ഞങ്ങളും 2 പ്രാവശ്യം IMA ഓഫീസ് ബേറേഴ്സും സംഘടനാ പ്രതിനിധികളും സൂമിൽ ഇരുന്നിരുന്നു. അപ്പോൾ ഇത് നേരത്തെ ബെനവൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലെ ഒരു വലിയൊരു ലോങ് മാർച്ച് ഉണ്ടല്ലേ, മാവോ സെതൂങ്ങിൻ്റെ ലോങ് മാർച്ച്. ബെനവൻ നേരത്തെ പറഞ്ഞത് ഒരു ലോങ് വാക്കാണെന്നാണ്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ നന്ദിയോട് കൂടി തന്നെ ഓർക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു സെമിനാർ നടത്തി പിരിയുക എന്നുള്ള ലെവലിലല്ല IMA ഇത് എടുത്തിട്ടുള്ളത്. മറിച്ച് നിങ്ങളോട് മുൻകൂട്ടി തന്നെ കുറിപ്പുകൾ തയ്യാറാക്കി തരാൻ പറയുന്നത് അതിലെന്ത് പ്രായോഗികമായി ചെയ്യാം എന്ന് ആലോചിച്ച് ആ കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മുടെ സീനിയർ അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തുന്നത്. അത്രയും സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ എടുത്തത്. അതിന് ഫലങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ പേഷ്യൻ്റ് ലോഡിൻ്റെ കാര്യം, അത് മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഒരിക്കലെങ്കിലും പോയ എല്ലാവർക്കും, ഞാൻ പ്രത്യേകിച്ച് ഫോട്ടോസൊന്നും കാണിക്കണ്ട, അറിയുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ഒരു ബെഡ് സ്ട്രെങ്ത് ഉണ്ടാകും. ഈ ബെഡ് സ്ട്രെങ്ത്തിൻ്റെ അപ്പുറം ആണ് പലപ്പോഴും അഡ്മിറ്റ് ചെയ്യപ്പെടുക. അതായത് ഞങ്ങളൊക്കെ നേരിടുന്ന വളരെ വിഷമിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ കുറച്ചു കാലം ന്യൂ ബോണിൻ്റെ ഇൻചാർജായിരുന്നു. സ്വാഭാവികമായും ഇന്നത്തെ അവസ്ഥയിൽ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നത് കൊണ്ട് ചികിത്സ ഭാരിച്ച ചെലവുള്ളത് തന്നെയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഒരു 2 ആഴ്ചയൊക്കെ കിടന്ന് വെന്റിലേറ്ററിൽ കെയറൊക്കെ കഴിയുമ്പോൾ ഒരു പ്രീ ടൈം ബേബിയുടെ കുടുംബത്തിന്, ഒരു സാധാരണ കുടുംബങ്ങൾ, അങ്ങനെ അവർക്ക് റിസോഴ്സ് മൊബിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കും, നിങ്ങളുടെ വെന്റിലേറ്റർ അവിടെ ഒഴിവുണ്ടോ, ഒരു കേസ് വിടാനുണ്ട്. വെന്റിലേറ്റർ ഒഴിവില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഏത് രോഗി വന്നാലും ഇത് രോഗിയോട് കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനമല്ലേ. അദ്ദേഹം വെന്റിലേറ്ററിലുള്ള ഒരു കുട്ടിയെ നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ആംബു ബാഗ് വെച്ച് പീച്ചുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് രോഗിയുടെ മാത്രം മനുഷ്യാവകാശമല്ല, നമ്മുടെക്കെതിരെയുള്ളൊരു മനുഷ്യാവകാശം. അതായത് നമ്മൾക്ക് നമ്മുടെ അറിവുകളും സ്കില്ലുകളും യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതെ മറ്റൊന്ന് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? അപ്പം ഞങ്ങൾ ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ പദം ഒന്ന് മാറ്റി. കാരണം വെന്റിലേറ്ററുകൾ ഒരിക്കലും ജീവൻ രക്ഷിക്കില്ല അല്ലേ. ടെക്നോളജി മാത്രം ഇരുന്നുകൊണ്ട് രക്ഷിക്കില്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇറ്റ് നീഡ്സ് കോൺസ്റ്റൻറ്റ് സൂപ്പർവിഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ പുറകിൽ സൂപ്പർവൈസ് ചെയ്യാൻ ആളില്ലെങ്കിൽ ഈ മെഷീനുകളൊക്കെ പലപ്പോഴും അപകടം വരുത്തുക. അപ്പോൾ വളരെ വളരെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം സൂപ്രണ്ടിനെ പ്രിൻസിപ്പളിലൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റർ എന്ന് നമ്മളിനി പറയില്ല, വെന്റിലേറ്റർ ബെഡ് എന്ന കൺസെപ്റ്റിലേക്ക് ഏറെ ശ്രമകരമായിട്ട് പോവാൻ. അപ്പം ഇത്തരം ഇതൊക്കെ സമൂഹത്തിലെ റിയാലിറ്റീസാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്ന് പ്രൈവറ്റ് മേഖലയെ ഒഴിവാക്കിക്കൊണ്ടൊന്നും ആരോഗ്യ രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗവൺമെൻറ്റിനും ആവില്ല. അപ്പോൾ അത്തരം പദ്ധതികൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് വരേണ്ടത്. അല്ലാതെ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ന്യൂബോണിനെ മെഡിക്കൽ കോളേജിലെ ICUവിലേക്ക് കൊണ്ടുവന്നിട്ട് പീച്ചുക അല്ല വേണ്ടത്. അപ്പം മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. VIP മറ്റ്
വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. സർക്കാർ ജീവനക്കാരൊക്കെ സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് തുടങ്ങി. ഒരു ഡോക്ടറെ എന്നൊക്കെ അങ്ങ് മറക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ പല ഉദ്യോഗസ്ഥരും പഞ്ചിങ്ങിനെതിരെ നിലപാടെടുക്കുമ്പോൾ നമ്മളും ഒരു പൗരൻ എന്ന നിലയിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ മോശ ആൾക്കാരാണ്, കൃത്യസമയത്ത് വരാനും പോകാതിരിക്കാനും വേണ്ടിയാണ് പഞ്ചിങ്ങിനെ എതിർക്കുന്നത്. പക്ഷെ പഞ്ചിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയെന്ന് വെച്ചാൽ ഫാക്ടറികളിലാണ് പഞ്ചിങ് തുടങ്ങിയെന്ന് പറയുന്നു. പഞ്ചിങ്ങിൻ കൊണ്ട് അടയാളപ്പെടുത്താവുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കാവുന്ന ഒരു ഡ്യൂട്ടിയാണോ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഡോക്ടർമാർ നിർവഹിക്കപ്പെടുന്നത്? സ്വകാര്യ ആശുപത്രികളിലും പഞ്ചിങ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2 പേര് മാത്രം അല്ലെങ്കിൽ 3 പേര് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കാർഡിയോളജിയിലും ന്യൂറോളജിയിലും ഏത് സമയത്ത് കോൾ വന്നാലും ഇദ്ദേഹം ഡ്യൂട്ടി എടുക്കണം. പഞ്ച് ഔട്ട് ചെയ്യുന്നതോടുകൂടി പാശ്ചാത്യ നാടുകളിലെ ആരോഗ്യ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പല സുഹൃത്തുക്കളെ പോലെ പിന്നെ ടി വിയും കണ്ടിരിക്കാൻ ഇവിടുത്തെ ഒരു ഫാക്കൽറ്റിക്കും കഴിയില്ല. അയാൾ പഞ്ച് ഔട്ട് ചെയ്താലും ഹീസ് ഇൻ ഡ്യൂട്ടി. വെനവർ കോൾ ബാക്ക് ഒരു കോൾ വന്നാൽ അദ്ദേഹം പോവേണ്ടതുണ്ട്. അപ്പം ഡോക്ടർമാരുടെ വർക്കിംഗ് ടൈമും ഒക്കെ ക്രമീകരിക്കേണ്ടതാണ്. പക്ഷെ പഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യ സ്ഥാപനത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടർമാർ മാത്രമല്ല, അവിടെ സ്റ്റാഫ് നഴ്സസ് ഉണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്, പിന്നെ എക്സ്റേ ടെക്നീഷ്യൻസ് ഉണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ട്. ഇവരുടെയൊക്കെ ഡ്യൂട്ടി സമയം നിർണ്ണയിച്ചിട്ടുണ്ട്. നിർണ്ണയിക്കാത്ത ഒരേ ഒരു വർഗം ഡോക്ടർമാരത് മാത്രമാണ്. അത് വ്യക്തമായ ഇനീക്വാലിറ്റിയാണ്. ഞങ്ങളുടെ സംഘടന നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പഞ്ച് ചെയ്തോളാം, പക്ഷെ ഞങ്ങളുടെ ഡ്യൂട്ടി സമയം നിർണ്ണയിക്കപ്പെടണം. കാരണം ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല, നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. ഇപ്പോൾ തിയേറ്ററിൽ ഒരു സർജറി നടക്കുന്നു, 12:45 സർജറി തുടങ്ങിയത്. കൃത്യം 1:30 സ്റ്റാഫ് നേഴ്സ് ഗ്ലൗസ് ഊരിയിരിക്കും, അടുത്ത സ്റ്റാഫ് നേഴ്സ് ഇട്ടിരിക്കും. ഏതെങ്കിലും ഡോക്ടർക്ക് ഗ്ലൗസ് ഊരാൻ കഴിയും? ഇനി ഊരിയെന്ന് കൂട്ടിക്കാം, വേറെ ഡോക്ടർ വന്നു എന്ന് കൂട്ടിക്കാം, സംതിങ് ഹാപ്പൻഡ്. എന്തായിരിക്കും? ഊരണമെന്ന് ഞാൻ പറയില്ല, ഊരാതിരിക്കുന്നതാണ് നിങ്ങളുടെ എമ്പതിയും ഈ പ്രൊഫഷൻ്റെ ഇൻ്റഗ്രിറ്റിയും ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ പരിഗണിക്കപ്പെടേണ്ട പല സമയങ്ങളിലും അതെന്തുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്ന ഒരു വിഷമം. കാരണം പലപ്പോഴും നേരത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് പറഞ്ഞു, ചെറിയ സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ മാലാകമാരുണ്ട്. ഞങ്ങൾക്ക് മാലാകമാരാവേണ്ടതില്ല എന്ന് സവിനയം പറയുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുമാവേണ്ട. വിശു ട്രീറ്റഡ് ആസ് എ ഫെല്ലോ ഹ്യൂമൻ ബീയിങ്. അവർക്ക് അവകാശപ്പെട്ട എല്ലാ മനുഷ്യാവകാശങ്ങളും ഞങ്ങൾക്ക് കൂടി അംഗീകരിച്ച് കിട്ടണം. അല്ലെങ്കിൽ അത് അംഗീകരിച്ച് കിട്ടുന്നത് ഞങ്ങളുടെ മാത്രം നന്മയ്ക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ ഓരോ പൗരൻ്റെയും ആവശ്യം കൂടിയാണ് അത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇനിയും പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയം അതിക്രമിക്കുന്നത് കൊണ്ടും ഈ കാര്യങ്ങൾ മുഴുവനും ഒരു നോട്ടായി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നൽകിയിട്ടുള്ളത് കൊണ്ടും ഞാൻ ഉപസംഹരിക്കുകയാണ്. VIP ഡ്യൂട്ടിയും പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാരണം നമ്മുടെ വൈദ്യശാസ്ത്ര കലാലയങ്ങളുടെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് NMC, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർവഹിക്കുന്നത്. അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അതിൽ എടുക്കുന്ന എല്ലാ പോസിറ്റീവ് സ്റ്റെപ്പിനെയും മെഡിക്കൽ അധ്യാപകൻ എന്ന നിലയിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ പഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ പഞ്ചിങ് പല വിധത്തിൽ ചെയ്യാം. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ID വെച്ചിട്ട് പഞ്ചിങ് ചെയ്യാം. പക്ഷെ ആധാരധിഷ്ഠിതമായ ഒരു പഞ്ചിങ് സിസ്റ്റമാണ് ഇപ്പോൾ NMC കൊണ്ടുവന്നിരിക്കുന്നത്. ആധാറിനെ പറ്റി ഹ്യൂമൻ റൈറ്റ്സിൽ പൊരുതുന്ന പല ആളുകളും ഒരുപാട് വിയോജിപ്പുകൾ മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പല ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളും ഒരു കാലത്ത് ആധാർ എടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പല റെസ്ട്രിക്ഷൻസ് പല കമ്പൽഷൻസിലും ആധാർ ഇല്ലാതെ കഴിയില്ല എന്നുള്ള സമയത്താണ്. അപ്പോൾ ആധാരാധിഷ്ഠിത പഞ്ചിങ്ങിൽ എല്ലാ ദിവസവും പഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ എപ്പോഴും ഓപ്പണാണ്. അതുകൊണ്ട് ഒരു ഡാറ്റ ശോഷണത്തിന് അല്ലെങ്കിൽ ഡാറ്റ മോഷണത്തിന് കുറിച്ച് ഞങ്ങൾക്ക് ഭയാശങ്കകളുണ്ട്. അപ്പോൾ അത് നിയമപരമായി പോകുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള ഒരു ഉപദേശം ഞങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന് കൂടി പറയുകയാണ്.
പഞ്ചിങ് വേണ്ട എന്നല്ല, ആധാർ ബേസ്ഡ് പഞ്ചിങ്ങിൽ നിന്ന് ഒരു എംപ്ലോയ്മെൻറ്റ് ID ബേസ്ഡ് പഞ്ചിങ്ങിലേക്കോ അല്ല, ഒരുപാട് സാധ്യതകൾ അതിലുണ്ട് ആ ഒരു കാര്യം. പിന്നെ NMC ഇൻസ്പെക്ഷൻ, അത് പലപ്പോഴും ഒരു റാഗിങ് പോലുള്ള ഒരു പ്രക്രിയയായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് ഓരോ മെഡിക്കൽ അധ്യാപകനുള്ളത്. കാരണം ലീവ്സ് റൈറ്റ് അല്ല എന്ന് പറയും, കാരണം സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് ഏത് ലീവും നമ്മൾ റദ്ദാക്കേണ്ടി വരും. പക്ഷേ ഈ NMC ഇൻസ്പെക്ഷനുകളൊക്കെ നടക്കുക സർപ്രൈസ് ആയിട്ടാണ്. കാരണം പലരും നെഗറ്റീവായിട്ട് NMC ഇൻസ്പെക്ടേഴ്സിനെ സ്വാധീനിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഇപ്പം രാവിലെ 9-8:30 അവർ തന്നെ അറിയും ഏത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. ആ വിധത്തിൽ സിസ്റ്റം പെർഫെക്റ്റ് ആക്കാനുള്ള ആ ശ്രമത്തെ നമ്മൾ സർവാത്മന പിന്തുണയ്ക്കുന്നു. പക്ഷേ എലിജിബിൾ ലീവായ അധ്യാപകരെ പോലും അവർ കൗണ്ട് ചെയ്യില്ല. അപ്പോൾ സിസ്റ്റം നമ്മളെ മുൾമുളയിൽ നിർത്തുകയാണ്. അപ്പോൾ അംഗീകാരം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് കാരണക്കാർ. പക്ഷേ സിസ്റ്റം എന്താ ചെയ്യേണ്ടിയിരുന്നത്? 120% ആളുകളെങ്കിലും നിയമിക്കണം. അത് നിയമിക്കില്ല. പക്ഷെ മെറ്റേണിറ്റി ലീവിലുള്ള ഒരാളെ പോലും പരിഗണിക്കില്ല. ആകെ പരിഗണിക്കുക എക്സാം ഡ്യൂട്ടിയും NMC ഇൻസ്പെക്ഷനിലും പിന്നെ കോഡ് ഡ്യൂട്ടിയുള്ള 3 ആളെ പരിഗണിക്കും. എലിജിബിളായ ലീവ്, വീക്ക്ലി ഓഫ്, ഇതൊക്കെ വീക്ക്ലി ഓഫ് എന്തായാലും മനുഷ്യാവകാശമാണ്. മറ്റു ലീവ് എന്താണെന്ന് സാറ് പറയും. അതുപോലും പരിഗണിക്കപ്പെടാതെ നിൽക്കുന്നത് ശരിയല്ല. അത്തരത്തിൽ നിയമപരമായ ഇടപെടലുകൾ കൊണ്ട് പിന്നെ ഗവേഷണം, വൈദ്യശാസ്ത്ര അധ്യാപകരുടെ പ്രമോഷനും സ്ഥാനക്കയറ്റത്തിനൊക്കെ വളരെ നിർബന്ധമാണ്. പക്ഷേ ഗവേഷണത്തിനൊരു സൗകര്യവുമില്ലാത്ത വളരെ മെഡിക്കൽ കോളേജുകൾ, അതൊക്കെ പോട്ടെ. പക്ഷേ 1 വർഷം 2 വർഷത്തിന് പലയിടത്തേക്കും ട്രാൻസ്ഫറുകൾ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിലൊരു ഗവേഷണ പ്രക്രിയയിൽ ഏർപ്പെടാൻ കഴിയുക? അപ്പോൾ അതിൽ തന്നെ ഓട്ടോണോമസ് സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജുകൾ ഓട്ടോണോമസ് സ്ഥാപനങ്ങളാവുക എന്നുള്ളതാണ് ഇതിലൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട പരിഹാരം. അപ്പോൾ ഓട്ടോണോമസ് സ്ഥാപനങ്ങളാകുക എന്നത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല. പൊതുജനങ്ങൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള ചികിത്സാ സംവിധാനങ്ങളും അതിലേറെ നാളത്തെ ഡോക്ടർമാർക്ക് ശരിയായ രീതിയിലുള്ള പരിശീലനം നൽകാനും ലോകമെമ്പാടും നമ്മുടെ ഡോക്ടർമാരുടെ ഒരു മാർക്കറ്റ് വാല്യൂ ഇംപ്രൂവ് ചെയ്യാനും അത് സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ശ്രമത്തിന് മുൻകൈയെടുത്ത IMA സാരഥികളെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ വളരെ നിശബ്ദ സാന്നിധ്യമായി നിന്ന ശ്രീകുമാർ വാസുദേവൻ സാറിനെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് IMA, ജയ് KGMCTA. Thank you, Dr. Ashraf, for that excellent speech. I would add on to what Dr. Ashraf has said. We will have one-to-one sitting because we are very serious about this. It's not that just we conduct a seminar and finish it off. So we will be conducting a one-to-one discussion with Advocate Benny Thomas, where you can put forth all your views and you can discuss it, and we'll come out with a white paper. I think that is what we are actually planning to do. Thank you very much. And we next move on to the State President of the KGIMOA, Dr. Vinod PK. ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് ബെന്നി വി തോമസ് സാർ, IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനൻ സാർ, സെക്രട്ടറി ശശിധരൻ സാർ, ശ്രീകുമാർ സാർ, അശോകൻ സാർ, KGMOA സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേഷ് സാർ, KGMCTA സ്റ്റേറ്റ് പ്രസിഡന്റ് നിർമ്മൽ ഭാസ്കർ സാർ, അഷഫ് സാർ, KPMCTA സ്റ്റേറ്റ് പ്രസിഡന്റ് കുമാർ സാനി സാർ, PG അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ നിർമ്മൽ, സർവോപരി ഇന്ന് ഈ വേദിയെ നിങ്ങളുടെ ആഗമനം കൊണ്ട് സമ്പുഷ്ടമാക്കിയ സീനിയർ IMA മെമ്പേഴ്സ്, മറ്റു ഡോക്ടർ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കേരളത്തിലെ ESI ഡോക്ടർമാരുടെ ഏക രാഷ്ട്രീയതര സംഘടനയായ KGIMOയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. ആദ്യകാലങ്ങളിൽ ESI ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് ഭരണസൗകര്യാർത്ഥം പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ലോകമനുഷ്യാവകാശ ദിനമായ ഈ ദിവസത്തിൽ കേരളത്തിലെ
എല്ലാ വിഭാഗം ഡോക്ടർ സമൂഹത്തെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് വളരെ കാലിക പ്രാധാന്യമായ ഒരു വിഷയം സെമിനാറായി ഇന്നിവിടെ അവതരിപ്പിക്കാൻ IMA കാണിച്ച വിശാല മനസ്കതയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഡോക്ടർമാർ നിരന്തരം ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ളൊരു ഘട്ടത്തിൽ സമൂഹം ഡോക്ടർമാർക്ക് അർഹിച്ച മൂല്യങ്ങളും പരിഗണന തരുന്നുണ്ടോ? നമ്മൾ ഒരാളായി അവരെ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് ഒരു ആത്മപരിശോധന നടത്താനുള്ള ഒരു അവസരം അതും കൂടി ആവട്ടെ ഈ സെമിനാറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ KGIMOA ഏറ്റവും കൂടുതൽ അവഗണനയും മനുഷ്യാവകാശ ലംഘനവും നേടുന്നത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നുമാണെന്ന് എനിക്ക് ഈ വേദിയിൽ പറയാൻ അതിയായ വിഷമമുണ്ട്. കാലാകാലങ്ങളായി ആരോഗ്യവകുപ്പിന് സമാനമായ സർവീസ് ആയിട്ട് തന്നെയാണ് ഞങ്ങളെ കണക്കാക്കി അവർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമുക്കും ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പേരൂഷനിൽ നമുക്ക് ന്യായമായി ലഭിക്കേണ്ടിയിരുന്ന ഹയർ സ്റ്റാർട്ട്, അതുപോലെ തന്നെ സ്റ്റാഗ്നേഷൻ റെസിഡൽ പേ, ചാർജ് അലവൻസ്, റൂറൽ അലവൻസ് ഹൈക്ക് എന്നിവ ലഭിക്കാതായി. നമ്മുടെ സമാന സർവീസിന് ഈ പേരൂഷനിലെ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയെങ്കിലും ഞങ്ങൾ പല ഘട്ടത്തിലും പല വിധത്തിലും എല്ലാ അധികാരികളെയും പോയി കണ്ട് സംസാരിച്ചെങ്കിലും എല്ലാം ശരിയാക്കാം എന്നൊരു ഉറപ്പല്ലാതെ ഇതുവരെ അനുകൂലമായ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. മാത്രമല്ല, നമ്മുടെ പേരൂഷനിൽ പറഞ്ഞിരിക്കുന്ന എന്തായാലും നടപ്പിലാക്കണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കുന്ന കേഡർ സിസ്റ്റവും നടപ്പിലാക്കാൻ ഇതുവരെ ഒരു നീക്കവും നടന്നിട്ടില്ല. പേരൂഷനിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ സമാന സർവീസ് നൽകുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും പരിഗണനയും നിർബന്ധമായും ESI ഡിപ്പാർട്ട്മെന്റ് നൽകേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഇത്ര കാലമായി നടപ്പിലാക്കാതെ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അവഗണനയും മനുഷ്യാവകാശ ലംഘനവും ഞങ്ങളുടെ മെമ്പർമാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എനിക്ക് ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൊറോണ കാലത്ത് ഞങ്ങളുടെ എല്ലാ ആശുപത്രികളും കോവിഡ് ആശുപത്രികളായിരുന്നു. ഞങ്ങൾ ഒരേ സമയം തന്നെ കൊറോണ രോഗികൾക്ക് ചികിത്സ നൽകുന്നതിനോടൊപ്പം തന്നെ ESI രോഗികൾക്കും അവർക്ക് വേണ്ട എല്ലാ ചികിത്സയും ഞങ്ങൾ മുടങ്ങാതെ നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വിഭാഗം വകുപ്പിലെ ഡോക്ടർമാരെ പോലെ തന്നെ നാടിനു വേണ്ടി സേവനം ചെയ്ത കോവിഡ് പോരാളികളായിരുന്നു ഞങ്ങൾ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഈ അവസരങ്ങളിൽ കോവിഡ് പോരാളികൾ എന്ന് ആദരിച്ച് അധിക ആനുകൂല്യങ്ങൾ നൽകുകയുണ്ടായി ഡോക്ടർമാർക്ക്. പക്ഷെ ഞങ്ങൾക്ക് അധിക ആനുകൂല്യമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ന്യായമായി ലഭിക്കാനുള്ള, ഞങ്ങൾ തട്ടിപ്പറിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കാൻ, ഈ അസമത്വത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു പുതിയ വൈറസ് ജന്മമെടുക്കേണ്ടി വരുമോ? പാലം കടക്കോളം നാരായണ, പാലം കടന്ന പൂരായണ എന്ന രീതിയിലുള്ള ചിന്താഗതി ഇനി എന്താണ് മാറുക? ഇനിയെങ്കിലും കോവിഡ് പോരാളികൾ എന്ന് ഞങ്ങളെ ആദരപൂർവ്വം അലങ്കാര ഭാഷയിൽ പറഞ്ഞ് യുദ്ധക്കളത്തിന് പുറത്ത് തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഞങ്ങളെ ഇനി കോവിഡ് തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞങ്ങളുടെ ന്യായമായ അവകാശമായ 8 വർഷത്തെയും 15 വർഷത്തെയും ഗ്രേഡ് വരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പേ റിവിഷൻ തെറ്റായി വ്യാഖ്യാനിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ജീവനക്കാർക്കും, എല്ലാ ഡോക്ടർമാർക്കും, ESIയിലെ മറ്റ് എല്ലാ ജീവനക്കാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രേഡ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അനാസ്ഥ മൂലം ചരിത്രത്തിൽ ആദ്യമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നീതി നിഷേധത്തിന്റെ ഇരകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഈ സർവീസിലെ ഈ അസമത്വവും അനീതിയും കാരണം ഞങ്ങളുടെ സർവീസിന്റെ ആകർഷണീയത തന്നെ നഷ്ടപ്പെടുകയും ഞങ്ങളുടെ ഡോക്ടർമാർ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് വേറെ സർവീസുകൾ തേടിപ്പോകുന്നതും ഒരു തുടർക്കാഴ്ചയാണ്. തുല്യ യോഗ്യത, തുല്യ ജോലി, തുല്യ വേതനം എന്നീ വിഷയങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കടുത്ത അവഗണനയും മനുഷ്യാവകാശ ലംഘനവും പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ
ഉണ്ടാവണമെന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് IMAയോടും മറ്റ് സഹോദര സംഘങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ESI സർവീസ് 1985 തൊഴിൽ വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റിയത്. ആ സമയത്ത് ഏകദേശം 10 ലക്ഷം ഗുണഭോക്താക്കളെയാണ് ഞങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ ഇന്ന് ആ 10 ലക്ഷം 50 ലക്ഷമായി ഉയർന്നു. പക്ഷേ സ്റ്റാഫ് പാറ്റേണിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നത് വളരെയധികം ആശ്ചര്യം തന്നെയാണ്. മാത്രമല്ല, ഞങ്ങളുടെ 3 ആശുപത്രികൾ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ESI കോർപ്പറേഷൻ ഏറ്റെടുത്തതോട് ഞങ്ങളുടെ സ്റ്റാഫിന്റെ എണ്ണം വീണ്ടും കുറഞ്ഞു. 100 പോസ്റ്റുകൾ കുറഞ്ഞ് അത് വെറും 368ആയി. WHO പറയുന്നത് ഡോക്ടർ രോഗി അനുപാതം 1:1000 ആണെങ്കിൽ ഞങ്ങളുടേത് 1:13,561 എന്ന ഒരു സംഖ്യയാണെന്നത് ഒരു വിരോധാഭാസം തന്നെയാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പലപ്പോഴും ഒരു ഡോക്ടർ ഡ്യൂട്ടി സമയത്ത് എത്ര OPകൾ നോക്കണമെന്ന് ഒരു തരത്തിലുള്ള മാനദണ്ഡവും നമുക്കില്ല. പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം പലപ്പോഴും OPയിൽ ആവശ്യമില്ലാത്ത സംഘർഷങ്ങളും അടിപിടിയിലും തെരുവിടിയിലും കലാശിക്കുന്നു. ഇതുപോലും ഡോക്ടർമാർ എല്ലാവരും ഭയങ്കര മാനസികസമ്മർദ്ദത്തിന് അടിയപ്പെടുകയാണ്. KGMOAയുടെ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ പ്രമീള ദേവി നൽകിയ നിവേദന പ്രകാരം 2015 ആഗസ്റ്റ് 21 ബഹുമാനപ്പെട്ട ജസ്റ്റിസ് JB കോശി ചെയർമാനായ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് ഡോക്ടർമാർ 24 മണിക്കൂറിനുള്ളിൽ 12 മണിക്കൂർ കൂടുതൽ ഡ്യൂട്ടി ചെയ്യുന്നത് ആ ഒരു അവസ്ഥ ഒഴിവാക്കണമെന്ന് നമ്മുടെ എല്ലാ വകുപ്പുകളും ഈ ഒരു ഉത്തരവ് വളരെയധികം പോസിറ്റീവായി എടുത്ത് അത് ഏകദേശം നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഡയറക്ടർ രാത്രി 8 മണിക്ക് ഡ്യൂട്ടിക്ക് വരുന്ന നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന ഡോക്ടർ നിർബന്ധമായും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നിർബന്ധമായും OPയിൽ വന്ന് സേവനം ചെയ്യണം എന്ന ഓർഡർ ഗവൺമെന്റിലേക്ക് അയക്കുകയും അത് നിർബന്ധപൂർവ്വം പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ഇതിനെതിരെ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർമാർ വിശ്രമമില്ലാതെ അധിക സമയം ജോലി ചെയ്താൽ അത് അവരെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുകയും അതിന്റെ ഫലമായി അത് ചികിത്സയിൽ തന്നെ പ്രതിഫലിക്കുകയും രോഗികൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ നിരീക്ഷിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ അവർ ഞങ്ങൾക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും പക്ഷെ ഇന്നും ആ ഉത്തരവിന് ഒരു വില കൽപ്പിക്കാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ അധികാരികളും അത് യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. മനുഷ്യനായി കണക്കാക്കാത്ത ഡോക്ടർമാർ തന്നെ ഡോക്ടർമാരെ മനസ്സിലാക്കാത്ത മൂല്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഈ ഒരു മനുഷ്യാവകാശ ലംഘനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കോമ്പൻസേറ്ററി ഹോളിഡേ എടുക്കുന്നത് തടഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി. അവശ്യ സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സംഘടനകളും അന്ന് തന്നെ ഗവൺമെന്റിന് കത്തെഴുതി. കാരണം മറ്റ് ഗസ്റ്റ് ഓഫീസർമാർ അവധി എടുക്കുന്ന പോലെ ഡോക്ടർമാർ അവധി എടുത്താൽ ഈ സിസ്റ്റം തന്നെ തകരാറിലാകും. അത് ഞങ്ങളുടെ സമാന വകുപ്പിലെ മേധാവികൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളുകയും CH പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മേധാവി ആ ഒരു അപേക്ഷ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കളിച്ച് ഇപ്പോഴും പല സെക്ഷനിൽ കറങ്ങിയിറങ്ങി ഒരു തീരുമാനം എടുക്കാതെ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം അവശ്യ സർവീസും അല്ലാത്തപ്പോൾ അനാവശ്യ സർവീസും എന്ന രീതിയിലുള്ള ഈ അവഗണന, ഈ കളിയാക്കൽ എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 2 ആഴ്ച മുൻപ് കൺട്രോളറാന്റെ ഓഡിറ്റർ ജനറൽ ഒരു പെർഫോമൻസ് ഓഡിറ്റ് നടത്തിയതിന്റെ ഭാഗമായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് നാഷണൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇനി മുതൽ ESI ഡോക്ടർമാർ ജനറിക് നെയിമിൽ മാത്രമേ മരുന്നുകൾ എഴുതാൻ പറ്റുള്ളൂ എന്ന ഉത്തരവ്. പക്ഷേ ജനറിക് മരുന്നുകൾ ഒരിക്കലും ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റിൽ ഇറക്കുന്നതുകൊണ്ട് അത് ചികിത്സയുടെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ കൺട്രോൾ ഡോക്ടറിൽ നിന്ന് മാറി ഒരു യോഗ്യതയുമില്ലാത്ത മെഡിക്കൽ ഷോപ്പിലെ ഏതെങ്കിലും ജീവനക്കാരന്റെ കയ്യിലേക്കാണ് എത്തുക എന്ന IMAയുടെ ശക്തമായ വാദം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബോധ്യം വരികയും അവർ അത് തിരുത്തുകയും
കഴിഞ്ഞ ആഗസ്റ്റ് 23-ന് തിരിച്ച് അത് മരവിപ്പിച്ചുകൊണ്ട് ഓർഡർ ഇറക്കുകയും ചെയ്തു. തൽക്കാലം നെയിം എഴുതണ്ട എന്നുള്ളൊരു ഓർഡർ അവർ ഇറക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ ഡോക്ടർമാരായ നമ്മുടെ മേധാവികൾ പോലും ഇതുപോലത്തെ ഓർഡറുകൾ IMAയുടെ കാര്യങ്ങൾ പോലും അംഗീകരിക്കാതെ അതുപോലെ അനുസരിക്കാതെ ഇതുപോലെ തെറ്റായ ഓർഡറുകൾ, അതായത് നമ്മുടെ രാജ്യത്തെ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതുപോലെ ഓർഡർ ഇറക്കുന്നത് എത്രത്തോളം അവകാശലംഘനമാണ് എന്ന് നിങ്ങളെല്ലാവരും ഊഹിക്കുക. മാത്രമല്ല, സമാന സർവീസിൽ നമുക്ക് ലഭിക്കേണ്ട യോഗ്യതകളൊന്നും, നമ്മളെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ അവിടെയൊന്നും ഇല്ലാത്ത തരത്തിലൊരു ഓർഡർ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് എത്രത്തോളം ഞങ്ങളെ മാനസികമായി തളർത്തുന്നു എന്ന് കൂടി നിങ്ങൾ ഈ അവസരം ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ജീവനക്കാർക്കും എല്ലാ ഡോക്ടർമാർക്കും മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന പ്രൊമോഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കത് 5 വർഷമായി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദാസീനതയും ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടുമാണ് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാത്തത്. പലപ്പോഴും ഒരു ഡോക്ടർ എൻട്രി കേഡറിൽ കയറി കഴിഞ്ഞാൽ എൻട്രി കേഡറായ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എന്ന തസ്തികയിൽ തന്നെ വിരമിക്കേണ്ട വല്ലാത്തൊരു മാനസിക വിഷമത്തിലാണ്. ഇനി വിരമിക്കേണ്ടവരും അതുപോലെ തന്നെയാണ് വിരമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷമഘട്ടം. പിന്നെ അത് മാത്രമല്ല, 2 ഡോക്ടർമാർ മാത്രമുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായും ഡബിൾ ഷിഫ്റ്റ് നടത്തണമെന്നുള്ള ബാലിശമായുള്ളൊരു പ്രഖ്യാപനവും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും പ്രായോഗികമല്ല. കാരണം ഈ ഡോക്ടർക്ക് അവകാശപ്പെട്ട ലീവുകളോ ഓഫുകളോ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഡോക്ടർമാർ ഉള്ളത്. പലപ്പോഴും നിരന്തരമായ ഡ്യൂട്ടിയും മാനസിക സമ്മർദ്ദവും കാരണമാണ് പലപ്പോഴും നമ്മുടെ ഡോക്ടർമാർ വിഷാദ രോഗത്തിനും അതുപോലെ തന്നെ പ്രായവ്യത്യാസ ഭേദമന്യേ ആത്മഹത്യയ്ക്കും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരും ആശുപത്രികളും തുടർച്ചയായി ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വളരെ ഭയാശങ്കകൾ നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നാം ഇന്നിവിടെ ജോലി ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മുടെ രോഗികൾ ഡോക്ടർമാരുടെ എത്തുമ്പോൾ പറയും, അയ്യോ ഡോക്ടറെ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഏതെങ്കിലും രോഗി വന്നു കഴിഞ്ഞാൽ ഡോക്ടറാണ് പറയുന്നത്, ദൈവമേ ഈ രോഗിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന്. കഴുത്തിൽ കിടക്കുന്ന സ്റ്റെതസ്കോപ്പ് വരെ പാമ്പായി തിരിച്ചു വെത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്ന് ഓർക്കുക, ഒരു ഡോക്ടർ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു 100 ഡോക്ടർമാരെങ്കിലും സ്വയം റിസ്ക് എടുത്ത് ഒരു രോഗി രക്ഷിക്കുന്നതിന് പിന്മാറി സ്വയം പ്രതിരോധ ചികിത്സയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത ഈ സമൂഹം തിരിച്ചറിയുന്നില്ല. ആത്യന്തികമായ നഷ്ടം സമൂഹത്തിന് തന്നെയല്ലേ? മാത്രമല്ല, നമ്മുടെ IMAയുടെ പഠനപ്രകാരം ഏകദേശം ഒരു 80 to 90% ഡോക്ടർമാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പലപ്പോഴും ആളുകളുടെ ആക്രമണത്തിനോ അല്ലെങ്കിൽ അപമാനത്തിനോ ഇരയായിട്ടുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തും നമ്മുടെ ഡോക്ടർമാർ PPE കിറ്റിനുള്ളിൽ ജലപാനം പോലും ഇല്ലാതെ ശ്വാസം കിട്ടാതെ വേർത്തൊലിച്ച് മറ്റുള്ളവരുടെ ശ്വാസം പിടിച്ചു നിർത്താൻ വേണ്ടി ത്യാഗം ചെയ്തവരാണ്. അന്നെല്ലാം പാത്രം കൊട്ടിയും കൈ കൊട്ടിയും ഡോക്ടർമാരെ ആദരിച്ചു. അതേ സമൂഹം തന്നെ ഇന്ന് ഡോക്ടർമാരെ കരണത്തടിച്ചും ചവിട്ടിയും ആദരവ് പ്രകടിപ്പിക്കുന്നു. അന്ന് നമ്മൾ മാതാക്കളും ദൈവങ്ങളും എല്ലാമായിരുന്നു. അന്ന് ഈ സമൂഹം പറഞ്ഞു, ഇവിടെ നമുക്ക് വേണ്ടത് ഷോപ്പിംഗ് മാളുകളോ ആരാധനാലയങ്ങളോ അല്ല, ആരോഗ്യ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുമാണ് നമ്മുടെ ഈ നാടിന്റെ ആവശ്യം. ഡോക്ടർമാരെ നിങ്ങൾ അമാനുഷികരായോ ദൈവങ്ങളായോ മാതാക്കളായോ ഒന്നും കാണണ്ട. ഒരു സാധാരണ പൗരന് കൊടുക്കേണ്ട എല്ലാ കരുണയും സംരക്ഷണവും നീതിയും മാത്രം നൽകുക. അല്ലെങ്കിൽ ഒരു തെരുവ് പട്ടിയെ കല്ലെറിയുമ്പോൾ കാണിക്കുന്ന കരുണയും സംരക്ഷണവും നീതിയും കരുതലെങ്കിലും ഡോക്ടർമാർക്ക് നൽകുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ അടുത്ത കാലത്ത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ഒരു ജനപ്രതിനിധി തന്നെ ഡോക്ടർമാർക്കെതിരെ കലാപാഹാരം നടത്തി വെല്ലുവിളിച്ചു. ശാസ്ത്ര സത്യങ്ങൾ വളച്ചൊടിച്ച് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതിനെതിരെയൊന്നും ഇവിടെ ആരും ഒരു വിരൽ പോലും ഉയർത്തിയിട്ടില്ല, ഒന്നും ശബ്ദിച്ചില്ല എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ജീർണാവസ്ഥയെ പ്രകടിപ്പിക്കുന്നു. ഡോക്ടർ വിനോദ്, can you confine to issues? നമ്മുടെ പ്രശ്നങ്ങൾ ജനറലൈസ് ചെയ്യാതെ സ്പെസിഫിക് പ്രശ്നങ്ങൾ പറയുവാണെങ്കിൽ പിന്നീട് സോഷ്യൽ മീഡിയയുടെ ജനകീയ വിചാരണ കാരണം സ്വയം ജീവനൊടുക്കിയ നമ്മുടെ ഒരു ഓർത്തോ ഡോക്ടറും ഒരു തേങ്ങനായി നമ്മുടെ
മനസ്സിൽ നിൽക്കുകയാണ്. നമുക്കും ഈ നാട്ടിലെ പൗരന്മാരായി ഭയാശങ്കകളില്ലാതെ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് സുരക്ഷിതരായി ജോലി ചെയ്യാനുള്ള നമ്മുടെ പോരാട്ടത്തെ നയിക്കുന്ന IMAയോടും അതുപോലെ തന്നെ മറ്റു സംഘങ്ങളോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ലോക മനുഷ്യാവകാശ ദിനമായ ഇന്ന് സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നീ ആശയത്തിലൂന്നി ഈ സെമിനാർ സംഘടിപ്പിച്ചതിൽ IMAയോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ അസോസിയേഷനെ ഇതിലേക്ക് ക്ഷണിച്ചതിന് IMAയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നമ്മുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുറവിളി കൂട്ടുമ്പോഴും നമ്മൾ ഡോക്ടർമാർ നമ്മുടെ കർത്തവ്യനിരതയും പ്രതിബദ്ധതയും മറന്നുകൂടാ. അതുപോലെ തന്നെ നമ്മുടെ രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷണവും കൂടി നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് IMA, ജയ് KGMA. Thank you, Dr. Vinod. I think we have always been, I at least have always appreciated the resilience and the tolerance of doctors working in the government sector for facing so much of atrocities and violations and still continuing with all the zeal and enthusiasm. But then everyone thinks that in the private sector things are rosy. But we have today Dr. Mubarak Saini, who is the president of the Private Medical College Teachers Association, who would be expressing his views on whether there is human rights violations in the private sector also. Thank you. ഇതിലിരിക്കുന്ന ശ്രീ കുമാർ, അതേപോലെ തന്നെ നാഷണൽ സെക്രട്ടറി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സീനിയർ IMA നേതാക്കന്മാരെ, വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ, വളരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പല ആളുകളുടെയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ ബുദ്ധിപൂർവം ഈ കാര്യങ്ങളെയൊക്കെ തന്നെ സമീപിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ IMAയുടെ നേതൃത്വത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ സമീപിക്കാനും നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഗൗരവമായിട്ട് ഒരു പ്രവർത്തന പരിപാടിയാക്കിയത് മാറ്റാൻ തീരുമാനമെടുത്തു അതിൻ്റെ ഗൗരവത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിൽ ആദ്യമായി നമ്മുടെ IMAയുടെ നേതൃത്വത്തെ അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് ഏറ്റെടുക്കേണ്ടത് ഈ ഡോക്ടർമാരെ പ്രതിനിധീകരിക്കുന്ന അവർ നേരിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരുടെ എക്സ്പീരിയൻസും കൂടി ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അത് ഒരു കൂട്ടായ പ്രവർത്തനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഒരു ഏറ്റവും ശരിയായ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റായിട്ട് തന്നെയാണ് നമ്മളതിനെ തിരിച്ചറിയുന്നത്. അപ്പം നമുക്കറിയാം, ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ നോക്കിയാൽ കഴിയുന്നത് പോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ILOയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും, അവിടെ നമ്മുടെ വർക്ക് പ്ലേസ് വയലൻസ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ റിപ്പോർട്ടുകളും വലിയ ആധികാരികമായ പഠനങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഒട്ടേറെ ടൂൾ കിറ്റുകളുമൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. വിവിധ രാജ്യങ്ങൾ, അത് തന്നെ ഈ ആരോഗ്യ മേഖലയിൽ മൊത്തം ജീവിത മേഖല അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളിലെ ഒരു വലിയ ശതമാനം ആരോഗ്യ മേഖലക്കകത്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയാൻ കഴിയുന്ന പഠനങ്ങൾ ഏതാണ്ട് 20-25% മറ്റു മേഖലകളിൽ നിന്ന് കൂടുതലായിട്ടാണ് ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വിഭാഗമാണ് അതിലെ ഡോക്ടർമാർ എന്നുള്ള കാര്യത്തിലും നമുക്കിന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പല രാജ്യങ്ങളുടെയും കണക്കുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതൊക്കെ തന്നെ 10,000 ആളുകളുടെ ജോലിക്കാരുടെ ഇടയിൽ നിന്ന് എടുത്ത് കണക്കുകളൊക്കെ നോക്കുമ്പോൾ അത് 75 അല്ലെങ്കിൽ 130 വരെയൊക്കെയുള്ള രാജ്യങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഓസ്ട്രേലിയയാണ്, ചൈനയുടെ ആണെങ്കിലും ബൾഗേറിയയുടെ ആണ്, ബ്രസീലിൻ്റെ ഒട്ടേറെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അവരുടെ ഈ തരത്തിൽ നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളും അവർ കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങൾ, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ ഘടകങ്ങൾ,
അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ ആയിട്ടൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ, അത് ജീവനക്കാർ പാലിക്കേണ്ടത്, സ്ഥാപനങ്ങൾ പാലിക്കേണ്ടത്, അതിന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഏജൻസികളും പാലിക്കേണ്ടത് ഒക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ കമ്മീഷൻ അതിൻ്റെ പഠനത്തിൽ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഇവിടെ ഒരു സജഷനായിട്ട് വെക്കാനുണ്ട്. തീർച്ചയായിട്ടും അത് എത്രമാത്രം നമ്മുടെ നാട്ടിലെ പ്രാദേശികമായ സാഹചര്യങ്ങൾക്ക് ഒത്തുപോകും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഗൗരവമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അതൊക്കെ ആധികാരികമായിട്ട് എടുക്കുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ UN ചാർട്ടറിനകത്ത് പറയുന്ന തരത്തിലേക്കുള്ള ജോലിയെടുക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം, തൊഴിൽ തന്നെ അതിൻ്റെ എല്ലാ മാന്യതയോടുകൂടി അന്തസ്സോടുകൂടി സുരക്ഷിതമായിട്ട് ചെയ്യാനുള്ള അവകാശം എന്നൊക്കെ തരത്തിൽ ഉറപ്പുവരുത്തുന്ന പലതിനെയും പല ഇത്തരം ആർട്ടിക്കിളുകളും ലംഘിക്കപ്പെടുമ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ആളുകളെയൊക്കെ തന്നെ അതിൻ്റെ പിന്തുണ ആർജിക്കാൻ, അത് നിയമപരമായ പിന്തുണയാണെങ്കിലും സർക്കാരിൻ്റെ പിന്തുണയാണെങ്കിലും അതിനെയൊക്കെ തന്നെ കൊടുക്കുന്ന തരത്തിലേക്ക്, പിന്തുണക്കുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ ആകത്തിന്റെ പിന്തുണ ആർജിക്കാനും ഏറ്റവും നല്ല ഒരു മൂവ്മെന്റ് ആണ്. അതിൻ്റെ ഈ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് വളരെ ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒന്നാണ്. ഒരു കാരണവശാലും മനുഷ്യാവകാശം ലംഘിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും, ഡോക്ടർമാർക്ക് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന ആ ഒരു ബോധ്യത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാക്കി ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു രീതി തന്നെ വളരെ ഗംഭീരമാണ്. അത് ഘനവിൻ്റെ നേതൃത്വത്തിൽ അത് വിജയിക്കട്ടെ എന്നുള്ള ആശംസയാണ് എനിക്ക് ഇവിടെ മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജ് അധ്യാപകർ ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഇവിടെ സുരേഷ് ഡോക്ടറും അതേപോലെ തന്നെ അഷ്റഫ് ഡോക്ടറും ഒക്കെ തന്നെ ഇവിടെ വിശദമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചു. കാരണം ഒരു ഡോക്ടർ എന്ന നിലക്ക് ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളെ ചികിത്സിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു വലിപ്പം, അതേപോലെ തന്നെ അഷ്റഫ് ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മനുഷ്യന് സാധ്യമാകുന്ന അതിനപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള പ്രഷർ എങ്ങനെയാണ് മൗണ്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളും ഇവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ അതുമായിട്ടൊക്കെ പൂർണ്ണമായിട്ട് ഞങ്ങളും യോജിക്കുകയാണ്. അതിനോടൊക്കെ ഒത്തുനിന്നുകൊണ്ട് തന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ വാസവൻ സാർ പറഞ്ഞതുപോലെ തന്നെ സ്വകാര്യ മേഖലയുടേതായിട്ടുള്ള അതിനെ കൂട്ടിച്ചേർക്കുന്ന തരത്തിലേക്കുള്ള പ്രയാസങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടീച്ചിങ് പ്രൊഫഷൻ എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ ആ ടീച്ചിങ്ങിന് വേണ്ടി ആത്മാർത്ഥമായിട്ട്, ഇപ്പം സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ടൊരു അധ്യാപകനാകണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളത് നല്ല പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, അത് 3rd ഇയേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ഇയർ മുതൽ 3rd ഇയർ MBBS വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണെങ്കിലും PG വിദ്യാർത്ഥികളുടെ വിവിധ 1, 2, 3 വർഷമാണെങ്കിലും അവരുടെ മുമ്പിൽ ഒരു അധ്യാപകനായിട്ട് നിൽക്കുമ്പോൾ അത് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും പരീക്ഷ നടത്തുമ്പോഴും അത് നീതിപൂർവമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും. കാരണം അത് നീതിപൂർവം ചെയ്യണമെങ്കിൽ അതിന് സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ആ സമയം കണ്ടെത്താൻ വേണ്ടി അവരെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെയാണ് സ്വാഭാവികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള തിരക്ക് പിടിച്ച OP ചികിത്സ എന്നുള്ള ഉത്തരവാദിത്വം വരുന്നത്. ചികിത്സയുടെ ഉത്തരവാദിത്വം ഇപ്പൊ ഗവൺമെന്റ് മേഖലയിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് സ്വകാര്യ മേഖല അനുഭവിക്കുന്നത് അവിടുത്തെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള അഡീഷണൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. അത് ഏത് വിഭാഗമാണെങ്കിലും ഇത് സാമ്പത്തികമായി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇന്നിപ്പോൾ വലിയ കണക്കുകളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള അടിസ്ഥാനത്തിൽ എത്ര OP നോക്കിയിട്ടുണ്ട്, എത്ര സർജറി നടത്തിയിട്ടുണ്ട്, എത്ര ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ
അതും നമ്മുടെ സാലറിയുടെ മന്ത്ലി കിട്ടുന്ന നമ്മുടെ പേയ്മെന്റിന്റെ ഒരു ഭാഗം പലപ്പോഴും സ്വകാര്യ മേഖലയിലൊക്കെ തന്നെ പ്രൊഫഷണൽ ചാർജുകൾ എന്നുള്ള രീതിയിലാണ് സാലറിയുടെ ഒരു കോമ്പണന്റും മറ്റ് പ്രൊഫഷണൽ ചാർജ് എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ തങ്ങളുടെ ഈ ഒരു അവസ്ഥ നിലനിർത്തണമെങ്കിൽ പോലും അധ്യാപകർക്ക് അതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി, അത് അധ്യാപകരുടെ ബേർഡനായിട്ട് ബാധ്യതയായിട്ട് മാറുകയും ചെയ്യും. ഇതിൻ്റെ കൂടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും NMCയും മുന്നോട്ട് വെക്കുന്ന പുതിയ പഠന രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സ്മാൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തണം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കുള്ള ഒരു പ്രയാസം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ 100 കുട്ടികളുടെ തുടങ്ങും, ഉടനെ തന്നെ 150 ആവും, പിന്നെ 200 ആവും, 250 ആവും. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളാണെങ്കിലും ശരി, മാൻ പവർ സൗകര്യങ്ങളാണെങ്കിലും ശരി, ഈ തരത്തിൽ ഒരു ചർച്ചയും നമ്മുടെ താഴെ തലത്തിൽ നടത്താതെ മുകളിൽ നിന്ന് തീരുമാനിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പലപ്പോഴും ഈ NMC വരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് എല്ലാ ദിവസവും ആ വർക്കിന് ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പൊ നമുക്ക് ഒരാൾ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഇത്ര ആൾക്കേ ഡ്യൂട്ടി ഇടാവൂ അല്ലെങ്കിൽ ഇത്ര ആളാണ് ഡ്യൂട്ടി എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് ഡിമാൻഡിങ് ആയിട്ട് പറയാനോ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അത് ശരിയല്ല, നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ ആളുകളും ജോലി എടുക്കണം എന്ന് പറയാനുള്ള ഒരു അവകാശമോ അധികാരമോ പോലും സ്വകാര്യ മേഖലയിലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഉണ്ടാവില്ല. കാരണം ഓരോന്നും മാനേജ്മെന്റ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്നുള്ള തരത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അസൈൻമെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഒരു പ്രയാസം വർദ്ധിച്ചു വരികയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജോലി ചെയ്യുന്ന ആ ഒരു എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ജനാധിപത്യ വിരുദ്ധമാവുകയും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഓട്ടോക്രസിയുടേതായിട്ടുള്ള കാര്യങ്ങളായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ജോലിയുമായിട്ട് നിങ്ങൾ അലിനേറ്റ് ചെയ്യപ്പെടുന്ന, നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് മാനസികമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് അത് ഏത് തൊഴിൽ മേഖലയാണെങ്കിലും നമ്മുടെ ആ തൊഴിലിനെ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എത്തുന്നതാണ് ഏറ്റവും നമ്മുടെ നേരത്തെ ഡിഗ്നിറ്റി ഓഫ് ഒരു ജോബ്, ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നതിന് നിഷേധിക്കുന്നത് ഒരു മനുഷ്യാവകാശ നിഷേധം തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് എസ്കേപ്പ് റൂട്ട് ഇല്ലാത്ത അത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അത് വലിയ മനുഷ്യാവകാശ ലംഘനമായിട്ട് തന്നെയാണ് അതിൻ്റെ വിവിധ ഡയമെൻഷനുകളിൽ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം അത് ലക്ഷണം മാത്രമാണ്. രോഗം എന്ത് എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിക്കുക എന്നാണ് ഇവിടെ എല്ലാ ചർച്ചയ്ക്കുള്ള പ്രധാനം. ലക്ഷണങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം, ലക്ഷണങ്ങളെ മാറ്റിയതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. മറിച്ച് ഈ ലക്ഷണങ്ങളൊക്കെ, അതായത് ബഹുഭൂരിപക്ഷം ഡോക്ടർമാരെടുത്താലും അവർ ഡിപ്രസ്ഡ് ആണ്, അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർ ആ തരത്തിൽ അതിനോട് പ്രതികരിക്കാൻ നിഷേധമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പലപ്പോഴും പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്. അത് അവരുടെ സൈക്കോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ആണ്, അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയായി മാറുന്നത്. ഓരോ വിഷയത്തിലും അങ്ങനെ തീരുമാനം എടുക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ആ ലക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ വർക്ക് എൻവറോൺമെന്റിനകത്തുണ്ടാകുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ്. അതിനകത്ത് അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം, അധികാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് ഏത് തൊഴിൽ സാഹചര്യത്തിനകത്താണെങ്കിലും പ്രോട്ടോകോൾ, ഇപ്പോൾ ചികിത്സയാണെങ്കിലും വർക്കാണെങ്കിലും പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ തൊഴിലിന്റെ സർവീസ് മേഖലക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ ബാധകമല്ലാത്ത ഒരു സ്ഥാപനങ്ങളിലാണ് ഈ സ്വകാര്യ മേഖലയിലെ അധ്യാപകരൊക്കെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അപ്പോയിൻമെന്റ് നടത്തുക, എങ്ങനെയാണ് നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളെ തസ്തിക തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് പ്രൊമോഷൻ നൽകേണ്ടത്, ആരെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, ആരെയാണ് സീനിയർ ആക്കേണ്ടത്, ആരെയാണ് ജൂനിയർ ആക്കേണ്ടത്, ആരുടെ കീഴിൽ ആര് ജോലി ചെയ്യണം എന്ന കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ എന്ത് സാലറി കൊടുക്കണം, എന്ത് ഇൻക്രിമെന്റ് കൊടുക്കണം, ഏത് തരത്തിലുള്ള ബെനിഫിറ്റാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടാവുക, ഇത്ര വർഷം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ചോദ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവും നമുക്ക് കിട്ടില്ല. പേഴ്സൺ ടു പേഴ്സൺ കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ
നിൽക്കുകയാണ്. ഇതുണ്ടാക്കുന്ന വലിയൊരു പ്രയാസമുണ്ട്. ഇപ്പോൾ സീനിയറായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വേറെ സ്വകാര്യ ആശുപത്രിയിൽ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ബഹുഭൂരിപക്ഷം എണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MD കഴിഞ്ഞ് നേരെ അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയി 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അസോസിയേറ്റ് ഒക്കെ ആവുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം ഒരു നിയമങ്ങൾക്കും ബാധ്യതയില്ലാത്ത ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ട സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഏറ്റവും സങ്കടകരമായിട്ട് ഞാൻ കമ്മീഷൻ്റെ മുമ്പിൽ വെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരു നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേര് ദ കേരള സെൽഫ് ഫൈനാൻസിങ് കോളേജ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് എംപ്ലോയീസ് അപ്പോയിൻമെൻറ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് ആണ്. 13ാമത്തെ ആക്ട് 2021. അങ്ങനെ ഒരു ആക്ട് പാസ്സാക്കി. അത് ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ മറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റ് മേഖലക്കകത്ത് നടക്കുന്ന ഒട്ടേറെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്. ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നുണ്ട്, യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്, സ്വകാര്യ മേഖലയിൽ നടക്കുന്നുണ്ട്. ഈ കോളേജുകൾക്കകത്തൊക്കെ ഉള്ള അധ്യാപകർക്ക്, ഡോക്ടർമാരല്ലാത്ത അധ്യാപകർക്കുള്ള സേവന വേതന വ്യവസ്ഥകൾ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ട് കേരള ഗവൺമെൻറ് പാസ്സാക്കി. പക്ഷെ അത് പാസ്സാക്കിയപ്പോൾ അതിനകത്ത് സ്വകാര്യ മേഖലയിൽ സെൽഫ് ഫൈനാൻസിങ് ആയിട്ട് മറ്റെല്ലാ ബാധകമാകുന്ന തരത്തിൽ നിൽക്കുന്ന കോളേജാണെങ്കിൽ പോലും അവിടെ എങ്ങനെയാണ് അധ്യാപകരെ നിയമിക്കേണ്ടത്, എന്താണ് അവർക്ക് യോഗ്യത, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യവസ്ഥപ്പെടുത്തിയൊരു ആക്ട് ഉണ്ട്. പക്ഷെ അന്ന് പോലും നമ്മുടെ അതിന് മുമ്പേ നിലയിൽ വന്നിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സമൂഹത്തിന് വളരെ പ്രാധാന്യമുള്ള നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് സങ്കടകരമായിട്ടുള്ള കാര്യം. ഇപ്പോഴും കാരണം അത് ഹെൽത്തിൻ്റെ കീഴിലാണ്, മറ്റൊന്ന് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്. എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഇതിന് പെടൂ എന്നാണ് ഒരു വിശദീകരണം. അതെന്തൊരു വിശദീകരണമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. എങ്കിൽ പോലും അത് ടെക്നിക്കലി ഉള്ള ഒരു വിശദീകരണമായിരിക്കാം. പക്ഷേ ഹെൽത്ത് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഇത് ഹെൽത്തിലാണോ എഡ്യൂക്കേഷനിലാണോ എന്നുള്ള സംശയമൊക്കെ തീർക്കുന്ന ഒരു അവസ്ഥയാണ് അതിൽ ഇനി ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും കോർട്ടിന് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. കോർട്ടിനകത്തും അത് വന്നിട്ട് പോകും. സർക്കാരിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേക കമൻസ് ഒക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. കാരണം ആ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡ് കാലത്തുള്ള സാലറി കിട്ടാത്ത വിഷയങ്ങളൊക്കെ വന്നുകൊണ്ട് ഇമ്മീഡിയറ്റ് റിലീഫ് മാത്രം അതിനകത്ത് തരികയും ബാക്കിയുള്ളത് പെൻഡിങ് ആയിട്ട് കിടക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇന്ന് നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം, കാരണം മെഡിക്കൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. അതിൻ്റെ എല്ലാ യോഗ്യതയും നീറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് കോളേജ് എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഒരുപോലെയുള്ള ഒരു പരീക്ഷ എഴുതി പാസ്സാകുന്ന കുട്ടികളാണ്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിനകത്ത് അവരടക്കുന്ന ഫീസ് എന്ന് പറയുന്നത്, സാമ്പത്തികമായിട്ട് കുട്ടികൾ കൊടുക്കുന്ന ഫീസ് മുഴുവൻ സർക്കാർ തീരുമാനിക്കുന്നതാണ്. നമുക്ക് ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ ആ സ്ഥാപനത്തിൻ്റെ എത്രമാത്രം ചെലവുകളുണ്ട് ഓരോ സ്ഥാപനത്തിനും എന്നുള്ള കണക്കുകൾ എടുത്ത് അതിൽ ആശുപത്രി നടത്താനുള്ള ചെലവ്, അധ്യാപകർക്കുള്ള ശമ്പളത്തിൻ്റെ ചെലവ്, മറ്റ് ജീവനക്കാരുടെ ചെലവൊക്കെ എത്രയാണ് തീരുമാനിച്ച് ഇത്ര രൂപ കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങണം എന്ന് തീരുമാനിച്ച് സർക്കാർ തീരുമാനിച്ചു കൊടുക്കുന്ന, ഒരു ഏജൻസി തീരുമാനിച്ചു കൊടുക്കുന്ന ഫീസാണ് അടക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിനകത്ത് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമില്ല. കാരണം എത്ര ചെലവ് വന്നാലും അധ്യാപകരുടെ ശമ്പളത്തിന്റെ ആനുകൂല്യങ്ങളുടെ എത്ര ചെലവുണ്ടോ ആ ചെലവ് മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നതിന് നിയമപരമായിട്ട് ഇന്ന് വ്യവസ്ഥയുണ്ട്. അവരെ കണക്ക് കൊടുത്തിട്ട് അത് വാങ്ങി അവരെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. പക്ഷെ അത് അധ്യാപകർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇന്നുള്ളൊരവസ്ഥ. അപ്പൊ ഇതിനെ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ട് ഇപ്പോൾ ഒരു സർക്കാർ ഏജൻസി നടത്തുന്ന ഒരു സ്ഥാപനത്തിനകത്ത് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെലവാക്കിന്റെ കണക്കും കൂടി നോക്കുന്നിടത്താണ് ഒരു ഓഡിറ്റിങ്ങിന്റെയും ട്രാൻസ്പാരൻസി ഒക്കെ വരേണ്ടത്. അതുണ്ടാക്കിയെടുത്താൽ പോലും ഇന്ന് ഇതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ അഖിലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, ഈ കമ്മീഷൻ ഉണ്ടാക്കുന്ന റെക്കമെൻഡേഷനകത്ത് അതിനെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകും. അതേപോലെ തന്നെ ഇപ്പൊ UGC ആക്ട്, ഇപ്പൊ നമുക്ക് മറ്റ് കോളേജുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആർട്സ് ആൻഡ് സയൻസ് കോളേജിനകത്ത് പ്രൈവറ്റ് മേഖല സ്ഥാപിച്ചാൽ പോലും, സ്ഥാപനം ഉണ്ടാക്കിയത് പ്രൈവറ്റ് മേഖലയാണെങ്കിലും
അവിടെ ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ എയ്ഡഡ് കോളേജുകൾ എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നാണ് UGC ആക്ട് പ്രകാരം അവർക്ക് യോഗ്യത തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ വർക്കിംഗ് അവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ കൂടെ പേ സ്കെയിലും സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് UGC ആക്ട് ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ, കാരണം എല്ലാ സ്ഥലത്തും കുട്ടികളിൽ നിന്ന് വാങ്ങുന്ന ഫീസാണ്, അതൊരു സ്വതന്ത്ര ഏജൻസിയിലിട്ട് അതിനെ കൊടുക്കുന്നതാണെങ്കിൽ പോലും, അത് ഗവൺമെന്റിലേക്ക് അടച്ചിട്ട് തിരിച്ചു തരുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇതിനകത്തേക്ക് പണം മുടക്കുകയാണെങ്കിലും UGC ആക്ട് പ്രൈവറ്റിലെ സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകളിൽ നടപ്പാക്കാൻ പറ്റുമെങ്കിൽ മെഡിക്കൽ കോളേജിന് ആദ്യം നടപ്പാക്കേണ്ടത് മെഡിക്കൽ കോളേജിലാണ്. കാരണം ഈ അധ്യാപകരുടെ സമയം അത് ഒരു രോഗിയെ ഒരു ഡോക്ടർ ചികിത്സിക്കുമ്പോൾ സമയം നഷ്ടം വന്ന ആ രോഗിക്ക് മാത്രമാണ് നഷ്ടം. പക്ഷെ ഒരു ഡോക്ടർ നിർമ്മിക്കപ്പെടുമ്പോൾ അതിനകത്ത് അതിനെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ സമയം കുറവാണെങ്കിൽ ആ ഡോക്ടറുടെ ക്വാളിറ്റിയെയാണ് ബാധിക്കുന്നതെങ്കിൽ അവര് ജീവിതകാലം മുഴുവൻ ചികിത്സിക്കുന്ന അത്രയും രോഗികൾക്ക് അവരുടെ പിയർ ഗ്രൂപ്പിനകത്ത് അവരുണ്ടാക്കുന്ന മാറ്റങ്ങൾക്കൊക്കെ ഉത്തരവാദിയായിട്ട് മാറുകയാണ്. അപ്പൊ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുൻഗണന കൊടുത്തുകൊണ്ട് ആദ്യം പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിലനിർത്തേണ്ടത് ആ ക്വാളിറ്റി അധ്യാപകരുടെ മാനസികമായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കേണ്ടത് മനുഷ്യാവകാശത്തിന്റെ എല്ലാവരുടെയും മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഗവേഷണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ സർക്കാർ മേഖലയിൽ നേരത്തെ വേണ്ടത്ര ഉപയോഗപ്പെടുന്നില്ലെങ്കിലും SBMR എന്ന് പറയുന്ന പോലെ തന്നെ സർക്കാരിന്റെ ഒരു ഫണ്ട് ഉണ്ട്. സർക്കാർ അധ്യാപകർക്ക് അത് വേണ്ടത്ര, നമ്മളതിന്റെ അമൗണ്ടിനെ കുറിച്ചോ അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചോ ഒക്കെ ഉള്ള പ്രയാസങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തായാലും അത്ര ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ സ്വകാര്യ മേഖലയിൽ ഇപ്പൊ നമ്മുടെ സ്വകാര്യ മേഖല എന്ന് പറയുമ്പോൾ 32 കോളേജുകളാണെങ്കിൽ 22 കോളേജ് സ്വകാര്യ മേഖലയിലാണ്. കുട്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിലും സർക്കാർ കോളേജിനേക്കാൾ കൂടുതലാണ് അവിടെ റിലേറ്റീവായിട്ടുള്ള ഉള്ളത്. അപ്പൊ ആ തരത്തിൽ വലിയ, അതേപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകർ പോലും പിന്നെയും 5 വർഷം ജോലി ചെയ്യുന്ന അത്രയും ദൈക്ഷണികമായിട്ടുള്ള കഴിവ് കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയെ വേണ്ടത്ര ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു വലിയ മനുഷ്യാവകാശ നഷ്ടമായിട്ട് നമ്മൾ കാണിക്കാൻ. അത് ഉപയോഗക്കാതെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ വലിയ സങ്കടമാണ്. അപ്പൊ ഇക്കാര്യത്തിനകത്ത് ഒരു സമചിത്തതയോടുകൂടി വൈകാരികമല്ലാതെ ഈ കാര്യങ്ങളെ പരിശോധിക്കുകയും അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇത്തരം നിലപാടുകൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിനാകെ, അതായത് പ്രത്യേകിച്ച് ഡോക്ടർമാർ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത്തരം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനകത്ത് പോലും എങ്ങനെയാണ് അവരുടെ പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് പഠിക്കേണ്ട സ്ഥലത്ത് പക്ഷെ അവർ കാണുന്ന റോൾ മോഡലുകൾ പലപ്പോഴും തങ്ങളുടെ സാലറി നിലനിർത്തുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഡോക്ടർമാരും അധ്യാപന വൃത്തിയിൽ തന്നെ ക്വാളിറ്റിയെ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അതിനെയൊക്കെ തന്നെ എത്തിക്കലി ന്യായീകരിക്കാൻ കഴിയുന്ന മാനേജ്മെന്റും ഇതിങ്ങനെയൊക്കെ തന്നെ നടക്കൂ എന്ന് പറയുന്ന, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇതൊരു സിസ്റ്റം ഫെയിലിയർ ആണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റ് കൊണ്ടുവരാൻ കഴിയില്ല എന്ന തരത്തിലേക്കുള്ള ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷ ആളുകളും ഇതിനെ പ്രതിഷേധിക്കാനോ എതിർക്കാനോ മാറ്റം വരുത്താനോ ശ്രമിക്കാത്തത്. പക്ഷെ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്, മാറ്റം വരുത്താൻ കഴിയും, ആത്മവിശ്വാസത്തോടുകൂടി ശ്രമിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് മുഴുവൻ ആളുകളെയും എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഇവിടെ നേരത്തെ നമ്മുടെ അശോകൻ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥ. കാരണം ഇക്കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നമ്മൾ നടത്തേണ്ടത് ഈ മെഡിക്കൽ ഇൻഡസ്ട്രി, നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ ഇൻഡസ്ട്രി എന്നുള്ളത് ഇവിടെ അത് വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലേക്ക് വന്നു. നമ്മൾ ട്രേഡ് യൂണിയൻ ആവണോ, നമ്മൾ പ്രൊഫഷണലിസം നിലനിർത്തണോ, ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുകയും നമുക്ക് ഏതാണ് റോള് എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഇവിടെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. തീർച്ചയായിട്ടും മെഡിക്കൽ ഇൻഡസ്ട്രി എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ഇതിനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ. ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്കൊക്കെ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ നിലനിൽക്കുമ്പോൾ ആ ഇൻട്രസ്റ്റുകളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് ഇടപെടാനുള്ള
ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറേണ്ടി വരും. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ റോള് ഇത് നടത്തിപ്പുകാരാണോ, ഇതിൻ്റെ വാങ്ങിക്കൊടുക്കുന്ന ആളുകളാണോ, കൂടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണോ എന്നുള്ള തരത്തിലേക്കുള്ള റോൾ കൺഫ്യൂഷൻ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതിനകത്ത് ഒരു റോള് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയുമ്പോൾ മാത്രമേ അക്കാര്യത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരെ എടുത്തു നോക്കുമ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ബുദ്ധിയും ശക്തിയും അവർക്ക് മറ്റൊരു സിസ്റ്റത്തിന് വേണ്ടി കൊടുക്കുന്ന തൊഴിലാളികളായിട്ടാണ് നിൽക്കുന്നത്, ഓണർഷിപ്പിലേക്കല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്കകത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ എത്ര മാത്രമാണ് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ചർച്ചയ്ക്ക് വരണം എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ NMCയും യൂണിവേഴ്സിറ്റിയും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഇക്കാര്യത്തിൽ വളരെ ബയാസായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. പലപ്പോഴും ഈ പ്രൈവറ്റ് മേഖല എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ PPP മോഡലുകളൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ മൊത്തം ഹെൽത്ത് സർവീസിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് മേഖലക്ക് മാത്രം കഴിയില്ല എന്നും അതൊരു ചെറിയ ശതമാനം മാത്രമാണ്. പക്ഷെ വലിയൊരു ശതമാനം സ്വകാര്യ മേഖലയിലുള്ള ഡോക്ടർമാരും സ്വകാര്യ മേഖലാ സംവിധാനമാണെങ്കിൽ ആ സ്വകാര്യ മേഖലയുടെ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസിനനുസരിച്ച് കൊണ്ട് അത് ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് കൂടി ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഞാൻ മറ്റെവിടെ നേരത്തെ അഷ്റഫ് ഡോക്ടറും അതേപോലെ സുരേഷും ഒക്കെ സൂചിപ്പിച്ച പോലെ കൊണ്ട് ഞാൻ ഓരോന്നും എണ്ണി പറഞ്ഞിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ആഴത്തിൽ അതിനെ പഠിക്കാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും അതിലെല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങളെ ഉൾപ്പെടെ, ഞാൻ പറയുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇക്കാര്യത്തിനകത്ത് കൃത്യമായ ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ഷമയും അതിനാവശ്യമായിട്ടുള്ള സ്കില്ലും നമ്മൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കൂടി നമ്മുടെ കൂടെ നിന്നുകൊണ്ട്, നേരത്തെ IAS ഒക്കെ രൂപപ്പെട്ടപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സർവീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഒരാൾ ഡോക്ടറാകാൻ തീരുമാനിച്ചാൽ അന്ന് മുതൽ സാലറി ഗ്യാരണ്ടീഡാണ്, അയാളുടെ ഡ്യൂട്ടി ഗ്യാരണ്ടീഡാണ്, അയാൾക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൃത്യമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ ഡോക്ടർമാരുടെ പ്രവർത്തനത്തെ കൂട്ടി, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ ടെക്നോളജിയും ഏത് ടെക്നീഷ്യനും എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റൈസ് ചെയ്ത് മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഡോക്ടറുടെ റോള് ഒന്നുകൂടി കൃത്യമായി ഡിഫൈൻ ചെയ്യും. അതിൻ്റെ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി അത് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് IMAയുടെ നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള ശരിയായ ദിശയിലുള്ള ഇടപെടലാണ്. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. KPMCTA വളരെ വിശദമായിട്ട് ഇത് ചർച്ച ചെയ്യുകയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, Dr. Mubarak Singh. I think we'll go. We are running a little behind schedule, and I request the State Secretary of KMPGA, Dr. Nitin AJ, to kindly. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വക്കീൽ ബെന്നി തോമസ് സാർ, ജോസഫ് പെരുമൻ സാർ, IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ജോസഫ് പെരുമൻ സാർ, മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീകുമാർ വാസുദേവൻ സാർ, സ്റ്റേറ്റ് സെക്രട്ടറി ശശിധരൻ സാർ, മറ്റ് ഡോക്ടർ സംഘടനകളുടെ ഭാഗമായി വന്ന ഭാരവാഹികൾ നിർമ്മൽ ഭാസ്കർ സാർ, സുരേഷ് സാർ, മുബാറക് സാനി സാർ, വിനോദ് സാർ, വളരെയധികം സന്തോഷമുണ്ട്. IMA ഈ രീതിയിൽ ലീഗലായിട്ടൊരു റെപ്രസെൻറ്റേറ്റീവിനെ കൂടി വെച്ചുകൊണ്ട് നമുക്ക് ലീഗലായിട്ടൊരു കൗൺസിൽ തരാൻ പാകത്തിലുള്ളൊരു സെമിനാർ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ KMPGA കഴിഞ്ഞ ഒരു വർഷത്തെ കമ്മിറ്റി, നമ്മൾ കഴിഞ്ഞ ഒരു വർഷം വളരെ 3-4 സമരങ്ങൾ ചെയ്യുകയുണ്ടായി. പലവട്ടം സെക്രട്ടേറിയറ്റിൽ PG വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പലവട്ടം സെക്രട്ടേറിയറ്റിൽ ആരോഗ്യമന്ത്രി, പ്രൈവറ്റ് സെക്രട്ടറി, ഫിനാൻസ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, CPIMൻ്റെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, മെഡിക്കൽ മേഖലയുടെ ആരോഗ്യ മേഖലയുടെ ചുമതലക്കാരി ശ്രീമതി ടീച്ചർ, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, എല്ലാവരെയും കണ്ടു മടുത്തു.
ആ ഒരു സ്റ്റേജിൽ നമ്മളും ചിന്തിച്ചൊരു കാര്യമാണ്, നമുക്ക് ലീഗലായിട്ട് നീങ്ങിക്കൂടെ, എന്തുകൊണ്ട് നമുക്ക് ലീഗലായിട്ട് നീങ്ങിക്കൂടെ. നമ്മൾ നേരിടുന്ന PG വിദ്യാർത്ഥികൾ നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വളരെ ഭീകരമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ബെന്നി സാറിന് മനസ്സിലാകാൻ പാകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം നമ്മുടെ സാറന്മാർക്കറിയാം. അപ്പം നമ്മൾ നുവാൽസിലെ കുറച്ച് വിദ്യാർത്ഥികളെ സമീപിക്കുകയും ലീഗലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ ടോക്സ് ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. പിന്നെ തിരക്കുകൾ കാരണം അത് നമ്മുടെ ഒരു പ്ലാനിലുള്ളൊരു കാര്യമാണ് ലീഗലായിട്ട് പോകാമെന്നുള്ളത്. കാരണം നമുക്ക് മറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് ബാക്കിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രതികരണം വരാത്ത സാഹചര്യത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ IMA ഈ രീതിയിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് ഒരുമിച്ചൊരു പോരാട്ടത്തിലേക്ക് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. PG വിദ്യാർത്ഥികൾ, ഡോക്ടർ സമൂഹം ഒട്ടനവധി മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നേരിടുന്നു. അതിൽ PG വിദ്യാർത്ഥികൾ വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. വർക്ക് പ്ലേസ് സേഫ്റ്റി, വർക്കിംഗ് അവേഴ്സ്, റൈറ്റ് ടു റെസ്റ്റ്, ലെഷർ, റൈറ്റ് ടു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമാണ്. നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 വരുമ്പോൾ നമ്മുടെ ലോകത്തെ സാഹചര്യം വളരെ ഡിഫറൻ്റ് ആണ്. അതിൽ നിന്നൊരു നിയമവാഴ്ചയുള്ളൊരു സാഹചര്യത്തിലേക്ക് വരാൻ അടിസ്ഥാനം പാകിയ ഒരു ഡോക്യുമെൻ്റാണത്. 75 വർഷമായി നമ്മുടെ മേഖലയിൽ എന്തുമാത്രം നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് കിട്ടുന്നു. ഞാൻ കുറച്ച് ആർട്ടിക്കിൾസ് 30 മനുഷ്യാവകാശങ്ങളെ പറ്റിയാണ് അതിൽ പറയുന്നത്. ഒരു 30 ആർട്ടിക്കിൾസ് ഉണ്ട് അതിനകത്ത്. ആർട്ടിക്കിൾ 24, എവരിവൺ ഹാസ് ദ റൈറ്റ് ടു റെസ്റ്റ് ആൻഡ് ലെഷർ ഇൻക്ലൂഡിംഗ് റീസണബിൾ ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് പീരിയോഡിക് ഹോളിഡേസ് വിത്ത് പേ. ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ് PG വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ല. റൈറ്റ് ടു ലെഷർ, പീരിയോഡിക് ഹോളിഡേസ്, വീക്ക്ലി ഹവേഴ്സ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് സാറുമാർ പറയുകയുണ്ടായ വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യത്തിൽ അവർക്കൊരു നിജപ്പെടുത്തിയ ഒരു വർക്കിംഗ് അവേഴ്സ് ഇല്ല. നമ്മുടെ കാര്യത്തിൽ ഒരു റെസിഡൻസി മാനുവലുണ്ട്. അതിൽ പറയുന്ന 70 to 60 hours വർക്കിംഗ് ലിമിറ്റ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു 72 hours ഫോർ ദ പർപ്പസ് ഓഫ് അക്കാഡമിക്സ്. ഈ 60 hours നിജപ്പെടുത്തിയ വർക്കിംഗ് അവേഴ്സ് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ ജോലി സംബന്ധമായിട്ട് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലി സംബന്ധമായിട്ട് നിയമങ്ങളുണ്ട്. അതെല്ലാം ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇതിൽ നിന്നുണ്ടായതാണ്, ലേബർ ലോസും കാര്യങ്ങളും. നമുക്ക് 1948 തോന്നുന്നു ദ ഫാക്ടറി ആക്ട്, അത് നമ്മളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമെന്ന് എനിക്കറിയില്ല. അതുപോലുള്ള സംശയങ്ങൾ എനിക്ക് ബെന്നി സാറിന് ചോദിക്കുന്നത്. ദ ഫാക്ടറി ആക്ട് ഇപ്പം അത് നിലവിലില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ പുതിയ ലേബർ കോഡ്സ് നിലവിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം 48 മണിക്കൂറാണ് ഒരു എംപ്ലോയി മാക്സിമം 1 വീക്കിൽ ജോലി ചെയ്യേണ്ടത്. വിച്ച് ക്യാൻ ബി എക്സ്റ്റെൻഡ് അപ് ടു 60 hours ആയിരുന്നു നേരത്തെ ഓവർ ടൈം. ഇപ്പം 105 hours ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്താൽ ഡബിൾ പേയ്മെൻ്റ് ഉണ്ട്. 48 hours വർക്ക് ചെയ്യുന്നതിൻ്റെ സാലറിയുടെ ഹവർലി കൊടുക്കുന്നതിൻ്റെ ഡബിൾ പേയ്മെൻ്റ് ആയിരിക്കണം അതിന് 48 hours ശേഷം പോകുമ്പോൾ കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഡോക്ടർമാർക്ക് ലഭ്യമാകുന്നുണ്ടോ, PG വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നുണ്ടോ? നമ്മൾ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്? 80 to 120 hours, 80 മുതൽ 120 മണിക്കൂർ. ഒരു ഉദാഹരണം പറയാം. ഒരു മെഡിക്കൽ കോളേജിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. PG വിദ്യാർത്ഥി രാവിലെ 6 മണിക്ക് പോകും, രാത്രി 10-11 മണിക്ക് തിരിച്ചു വരും. രാവിലെ ഭക്ഷണം കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ ഫ്രീ ആവും, കഴിക്കും, പിന്നെ വീണ്ടും പോകും, 11 മണിയാകുമ്പോൾ വരും. ഡെയിലി 17 hours വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻറ്റു 7 119 hours വർക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു വീക്കിൽ എത്ര അവേഴ്സ് ഉണ്ട്? 168 hours. ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് വീക്കിലി എത്ര റെസ്റ്റ് അവേഴ്സ് കിട്ടുന്നുണ്ട്? 49 hours വീക്കിലി കിട്ടുന്നതാണ്. ഡിവൈഡ് ബൈ 7, ഡെയിലി ആവറേജ് 7 hours ആണ് റെസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു സൈക്യാട്രി PG, നമ്മുടെ എൻ്റെ OP-യിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സുകളായിട്ടൊരു ആൾ ഞാൻ പറയുന്നത് 8 മണിക്കൂറെങ്കിലും മിനിമമാണ്. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല. എല്ലാവരും ഈ സാഹചര്യം എന്നല്ല പറയുന്നത്. ഈ സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന PG വിദ്യാർത്ഥിയിലേക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരനൊരു സ്ട്രെസ് ഉണ്ടാവുക, പുള്ളിക്കാരും ആയിക്കോട്ടെ, ഒരു ലേഡിയാണെന്ന് നമുക്ക് കരുതാം. പുള്ളിക്കാരിക്ക് 8 മണിക്കൂർ ഉറങ്ങി ആ സ്ട്രെസ്സൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സമയം സ്പെൻഡ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റും. പുള്ളിക്കാരിക്ക് ഉറങ്ങാനേ സമയമുള്ളൂ. 6 hours ഉറങ്ങി രാവിലെ പ്രഭാതകർമ്മം കഴിഞ്ഞ് രാവിലെ പോവുക, പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നത് ഇന്നാണ്. ഒരു സ്ട്രെസ്സർ വന്നു, വീട്ടിലൊരു സ്ട്രെസ്സർ വന്നു കഴിഞ്ഞാൽ, വർക്ക് പ്ലേസ് റിലേറ്റഡ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്സർ വന്നു കഴിഞ്ഞാൽ, ഇതൊന്നും മാനേജ് ചെയ്യാൻ സമയമില്ല ഈ പറയുന്ന വ്യക്തിക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗ്രോസ് ഇൻജസ്റ്റിസ് ടുവേർഡ്സ് ദ PG ഡോക്ടേഴ്സ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇതിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ പലവട്ടം അന്തുമാരെ കണ്ടാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ സെക്കൻഡ് വർക്കിംഗ് അവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു റീസണബിൾ റെസ്റ്റ് അവേഴ്സ് ഇല്ല. ഈ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നാട്ടിൽ നിയമങ്ങളുണ്ട്, അത് പാലിക്കപ്പെടുന്നില്ല. വർക്കിംഗ് അവേഴ്സ്, ഓവർ ടൈമിൻ്റെ പറയുന്നത്, വീക്ക്ലി ഓഫ് ആക്ട് ഉണ്ട്,
മിനിമം വേജസ് ആക്ട് ഉണ്ട്. ഇപ്പോഴത്തെ മിനിമം വേജസ് 24,000 എന്താണ്. നമ്മൾ 48 hours 24,000 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 48 hours എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് 24 × 20 48 + 24 നമുക്ക് 72,000 മിനിമം സാലറി നമ്മുടെ ഇപ്പോഴും മിനിമം വേജസ് വെച്ച് കിട്ടണം. അത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ മിനിമം വേജസുമായിട്ട് ബന്ധപ്പെട്ട് ബോണ്ടഡ് ലേബർ അബോളിഷ്മെന്റ് ആക്ട് ഉണ്ട്. PG വിദ്യാർത്ഥികൾ ബോണ്ടഡ് ലേബർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യാലിറ്റി PG ചെയ്യുന്നുണ്ട്. ഓവർലാപ്പിംഗ് ഓഫ് ഷിഫ്റ്റ്സ് പാടില്ല എന്ന് പറയുന്നുണ്ട്. ലേബർ ലോ പ്രകാരം ഓവർലാപ്പിംഗ് ഓഫ് ഷിഫ്റ്റ്സ് പാടില്ല. ഒരു ഷിഫ്റ്റ് 12 മണിക്കൂറേ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മുടെ പ്രൊഫഷണൽ അങ്ങനെയല്ല, 24 hours. ഓവർലാപ്പിംഗ് ഓഫ് ഷിഫ്റ്റ്സ് പാടില്ല. PG വിദ്യാർത്ഥികൾ ഡബിൾ അഡ്മിഷനിൽ 24 + 24 48+ പാടില്ല. പണിയും തീർത്ത് 6 hours കൂട്ടിക്കഴിഞ്ഞാൽ 54 hours. ഹൗസ് സർജൻസ് 72+ hours കണ്ടിന്യൂസ് വർക്ക് ചെയ്യാറുണ്ട്. എവിടെയൊക്കെയാണ് ഈ ബേസിക് മനുഷ്യാവകാശങ്ങൾ എവിടെയാണ് പാലിക്കപ്പെടുന്നത്? വളരെ ഗ്രോസ് ഇൻജസ്റ്റിസ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു Article 25. Everyone has the right to a standard living adequate for the health and well-being of himself and of his family. സ്വന്തമായിട്ടൊരു വെൽബീയിങ്ങിനും കുടുംബത്തിൻ്റെ വെൽബീയിങ്ങിനുള്ള അവകാശമുണ്ട്. എവിടെയാണ്? സ്വന്തമായിട്ടുള്ള വെൽബീയിങ്ങിന് അവകാശമില്ല, സമയം കിട്ടുന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ PG വിദ്യാർത്ഥിനി 119 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ചൈൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചൈൽഡിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ആ കുട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പം Article 25 നമുക്ക് അതിൽ ആ മനുഷ്യാവകാശം എങ്ങനെ നടക്കുന്നു? Article 23. Everyone has the right to work to free choice of employment and just and favorable conditions at work. Just and favorable conditions at work പാലിക്കപ്പെടുന്നുണ്ടോ? ഹോസ്പിറ്റൽ അതിക്രമങ്ങൾ, വന്ദനാദാസിൻ്റെ കൊലപാതകം പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിനെ കണ്ട് പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ഹൗസ് സർജൻസിൻ്റെയും PG വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം. ഹെൽത്ത് സെക്രട്ടറിയുടെ കീഴിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനേ പറഞ്ഞുള്ളൂ. ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ഹെൽത്ത് സെക്രട്ടറി വേറെ അങ്ങോട്ട് പോയി. പുതിയ ഹെൽത്ത് സെക്രട്ടറി വന്നു. കമ്മിറ്റി 7 മാസമായി. കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ല. ഓരോ തവണ ആരോഗ്യമന്ത്രി കാണും, പ്രൈവറ്റ് സെക്രട്ടറി കാണും, പറയും കമ്മിറ്റി എന്ത് ചെയ്യും? അവർക്ക് താല്പര്യമില്ല. അവർ റെഡിയാക്കി തരാം, എല്ലാം റെഡിയായി വരുന്നു, എല്ലാം ശരി, LDF വരും, എല്ലാം ശരിയാവും. Article 23. Article 23 സെക്കൻഡ് പാർട്ട്. Everyone without any discrimination has the right to equal pay for work. Equal pay for equal work. അത് ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ പേ ഡിസ്ക്രിമിനേഷൻ പറ്റി അത് ഈ പോയിന്റ് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ നാട്ടിൽ പോയിട്ട് വരുമ്പം ജോലിക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ആളിനെ നിർത്തും. 1,500 രൂപ. രാവിലെ 8-9 മണിയാകുമ്പോൾ വരും, വൈകുന്നേരം 4 മണിയാകുമ്പോൾ പോകും. ഒരു 7 hours വർക്ക് ചെയ്യുന്നുണ്ട്. 1,500 മിനിമം പേ ചെയ്യണം. പെർ അവർ 7 hours 1,500 മോർ ദാൻ 200 rupees പെർ അവർ പേ വരുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ PG വിദ്യാർത്ഥിനി 119 മണിക്കൂർ ജോലി ചെയ്യുന്ന PG വിദ്യാർത്ഥിനിക്ക് ഏകദേശം 109 അടുപ്പിച്ചങ്ങാണ്ട് പെർ അവർ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. ഓക്കെ പോട്ടെ. മിനിമം 80 hours വർക്ക് ചെയ്യുന്ന PG വിദ്യാർത്ഥിക്കാണെങ്കിലും 170. എന്നിട്ടും നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളിനേക്കാളും പേയ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതിനകത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ, പേ ഡിസ്പാരിറ്റി. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഹൗസന്മാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് തോന്നുന്നു കേസ് നടക്കുന്നത്. സാറിന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയാമായിരിക്കും. ഒരു മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഹൗസ് സർജൻസിൻ്റെ പേ ഡിസ്പാരിറ്റി ഉണ്ട്. നമ്മുടെ ഹൗസ് സർജൻസിൻ്റെ പേ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് 25,000 ആണ്. അപ്പം ചില മെഡിക്കൽ കോളേജിൽ 10,000, 15,000, ചില മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഹൗസ് സർജൻസ് സമരം ചെയ്തുകൊണ്ടിരിക്കുക. 5 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ എവരിവൺ ഹാസ് ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ പേഴ്സൺ. നമ്മൾ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ആയിട്ട്, വർക്ക് പ്ലേസ് സെക്യൂരിറ്റി ആയിട്ട്, നമ്മുടെ മറ്റ് മേഖലകൾ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല വർക്ക് ചെയ്യുന്ന സ്പേസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു രോഗിയുടെ ജീവിതം ആണ് നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. RT ആയിട്ട് ഒരാൾ വരുന്നത്, അയാൾക്കൊരു എമർജൻസി EOT കയറ്റി സർജറി ചെയ്ത് നല്ല മരണപ്പെടുന്നു. മരണങ്ങളും വിഷമമായിട്ടുള്ള വാർത്തകൾ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം വേറെ ഒരു സ്ഥലത്തും ഇല്ല. വേറെ ഒരു ജോലി സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് ഇതില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വരുന്ന ആളുകൾ ഭയങ്കര ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. രോഗികളെ കൊണ്ടുവരുന്നവർ അപകടം അല്ലെങ്കിൽ വിഷമമായിട്ടൊരു സാഹചര്യം. അപ്പം ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ, ഒരു പ്രസവ സമയത്ത് അമ്മയും കുഞ്ഞും മരിച്ചു എന്ന് പറയുമ്പോൾ അത് റിലേറ്റീവ്സിന് ഉണ്ടാക്കുന്ന വിഷമകരമായ സാഹചര്യം ഭയങ്കര വലുതാണ്.
അപ്പോൾ അവരോട് റിയാക്ട് ചെയ്യാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. റിയാക്ട് ചെയ്ത് അടിക്കുക, അതെല്ലാം ഭയങ്കര മോശമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് ഹോസ്പിറ്റലുകൾ. അവിടെ മിനിമം സെക്യൂരിറ്റി ഒരുക്കാൻ സർക്കാരുകൾക്ക് കഴിയണം. അവിടാണ് ഈ ആർട്ടിക്കിൾ എവരിവൺ ഹാസ് ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ പേഴ്സൺ. ഈ ലേബർ ലോസുമായിട്ട് ബന്ധപ്പെട്ടും ഹോസ്പിറ്റലിൽ എസ്പെഷ്യലി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന രാത്രി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള ബാധ്യത ഗവൺമെൻറ്റുകൾക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ലീഗലായിട്ട് പോകാം എന്ന കാര്യങ്ങൾ സാറ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യണം. നമ്മുടെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ്, നമ്മൾ എസ്പെഷ്യലി ഗവൺമെൻറ് ഒരു എംപ്ലോയർ റിലേഷൻ ഉണ്ട് നമ്മുടെ സാറന്മാർ ആയിട്ടാണെങ്കിലും ഗവൺമെൻറ്റുമായിട്ടാണെങ്കിലും. പക്ഷെ നമ്മുടെ പാർട്ടിൽ അതെങ്ങനെയാണ് വരുന്നത്? എംപ്ലോയർ റിലേഷൻഷിപ്പില്ല. നമ്മൾ നേരത്തെ വിദ്യാർത്ഥികളായിരുന്നു, ഇപ്പോൾ റെസിഡൻറ്റ് ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം ഫുൾ ടൈം നമ്മളവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ നമുക്ക് എങ്ങനെ അതിന് ലീഗലായിട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽക്കുള്ള. പിന്നെ ഞാൻ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്ന ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. ആ റൈറ്റ്സ് ലഭിക്കുന്നില്ല, ഡിഗ്നിറ്റി കിട്ടുന്നില്ല. No one and Article 4, no one shall be held in slavery or servitude. PG വിദ്യാർത്ഥികൾ അടിമകളെ പോലെയാണ്, PG വിദ്യാർത്ഥികളെ അടിമകളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് സിസ്റ്റവും സർക്കാരും എല്ലാവരും. ആ ഒരു സാധനം മാറണം. കാരണം ഒരു അടിമയെ നമ്മൾ ഈ കണ്ടിന്യൂസ് 48 hours ഒക്കെ ജോലി ഉറങ്ങാനും അനുവദിക്കാതെ ഈ ഉറങ്ങാതൊക്കെ ജോലി ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ഈ അങ്ങനൊരു സാറിന് ഡയറക്റ്റായിട്ട് കേസെടുക്കാൻ പറ്റും. ഇതിൻ്റെ കഥ പറയാം പറ്റൂ? ഇല്ലല്ലോ. ഒരു ഹൗസ് സർജൻ വിദ്യാർത്ഥി പറഞ്ഞൊരു കാര്യമാണ്, ഡബിൾ അഡ്മിഷനാണ് 48 hours ഡ്യൂട്ടി. ആ 48 hours അവസാന സമയം അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഉറക്കം കിട്ടാതെ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അയാളാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്ന് അയാൾ റിസീവ് ചെയ്ത് മാനേജ്മെൻ്റൊക്കെ ചെയ്ത് ഓർഡേഴ്സൊക്കെ എഴുതി, ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൊടുത്ത്, ഇനീഷ്യൽ മാനേജ്മെൻറ്റ് കൊടുത്ത് ഓർഡേഴ്സൊക്കെ എഴുതി അയാൾ ഡിസ്ചാർജ് ചെയ്തു. കാഷ്വാലിറ്റി ഒന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് അയാൾ പോയി കിടന്നുറങ്ങി. വെളുപ്പിനെ അയാൾ എഴുന്നേറ്റ് വീണ്ടും ആ പേഷ്യൻറ്റിനെ തട്ടിയോടെ തിരിച്ചു പോയി. എണീറ്റ് കഴിഞ്ഞ് വീണ്ടും ആ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തിരിച്ചവിടെ പോവുക. അപ്പോൾ എത്ര ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആയിരിക്കും ആ ഫസ്റ്റ് ഇനീഷ്യൽ മാനേജ്മെൻറ്റ് നടന്നിട്ടുണ്ടാവുക. ഈ നമ്മളെ 48 മണിക്കൂറിൽ ജോലി ചെയ്യിപ്പിക്കുന്നതോടെ സാധാരണക്കാരന് നല്ല ചികിത്സ, അവൻ്റെ ലൈഫിനും ത്രെട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, സേവനങ്ങളാണ് നമ്മളെ കൊണ്ട് സർക്കാർ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി സാറ് ഇതിനെന്ത് അഡ്വൈസ് ചെയ്യണം, നമുക്ക് ലീഗലി എങ്ങനെ നീങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് സാർ വന്നതിലും. സാർ ജോസഫ് പൊന്നോൻ സാർ, IMA ഫുൾ ടീമിന് നന്ദി ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. We have heard from all the different sectors of the modern medicine, and as far as KGMOA, KGMCTA and KGIMOA, you even have the right to even protest. But I think there are two people. One is the Kerala private medical license. The minute you strike, you will not be in the faculty list the next day. I think that is one big aspect which we should think of, and forget about the students. If they strike, there's a lot of possibility. Everyone, and it is for a short period. So everyone thinks, okay, I'll struggle for these 3 years and go out. So they don't have. But that is the difference that which we have how to deal. That is why I think I must congratulate once again Dr. Joseph Benavan, because he's brought the entire sector into one thing. And as far as we have heard from everyone, the executive and the legislative are not bothered. I think there is only one hope left, that is the judicial. And we have Advocate Benny Thomas, who's taken, he is one of the most busiest advocates. In fact, I called him 2 days back, he was in Delhi arguing some case in the Supreme Court. So despite that, he spent more than half a day here and listened to all of us. We have sent all these documents to him. He's compiled things. Anyway, he wanted to hear from you, and he's also agreed to have one-to-one discussion. So, and we will definitely take out a white paper or some sort of document on how we can go ahead, whether we should go legally, whether we should go. I don't have much faith in the legislation and the. I'm being very it's a closed room thing. But then the only hope is judiciary, and I request Advocate Benny Thomas to address the gathering on how we can face these vexed problems. Thank you so much.
very high number for any doctor to handle. So with that kind of pressure and there's a long queue, naturally it is impossible for you to manage that kind of. So sufficient manpower, sufficient doctors, recruitment, all these things have to be brought to the notice of the government in a very detailed representation. That is with, giving the number you are demand one by one, you have to write it, because you have to produce it before the High Court. Forget the government. Government, you submit this only to bring it to the notice of the High Court. So when it comes to High Court, there shouldn't be any ambiguity, because you don't get an opportunity to correct it in the High Court. What you filed before the government will have to be produced in court, same. So when you submit it before the government, all details you have to give, what all your grievances, and what all the solutions you suggest, and request what all your request to the government, and pointing out that this is the law prevailing in India. So let the government take a decision, or whether they take a decision or not, take it to the High Court. But if your representation is not perfect, then the High Court probably will be little reluctant. It appears to be vague, or appears to be ambiguous. So how can we issue a direction to the government? And Justice Devan, to a certain extent, judges like him may even go to the extent of framing law instead of issuing a direction to the government, because that has been done by the Supreme Court. Like you know that Vaishakha versus State of Rajasthan 1997 Supreme Court judgment, sexual harassment in working place. There in fact a law was framed by the Supreme Court. Supreme Court said government is not going to do that, so we are doing it. So the Supreme Court framed the law in 1997, and they said when the government come up with any statute, that will come into effect. And how long it took for the government to come up with the statute? The statute came in 2013. Supreme Court direction was in 1997. Just imagine, it took 16 years for the government to take a decision in the matter to come up with the statute. So here it is, according to me, when you point out to the court that there is violation, the court can either, of course, framing of law by the court will be very cautious, because that actually is the duty of the legislature, not of the judiciary. But can issue direction to the government, taking into account of the seriousness of the problems faced by the doctors. Obviously, a law has to be framed to the doctors. Giving a time frame, the government will have to do that. The government has no option, and they definitely will act it also. So that is one by the doctors and all, according to me, because I do not fully support that, because first of all, your service being essential, possibility for the court to interfere with your strike. So the court may issue a direction not to declare a strike. So then, of course, the government may delay the proceedings also, because you can't strike. So I won't fully support that. So instead of going for a direct action, you take it up with the government and with the court. Go legally. It should definitely help you. And there can't be much of a delay, because your grievances are very genuine. Because 2-3 constitutional fundamental rights, as I said, the salary structure, when you submitted the representation, I also happened to see that the salary payable to that, I think it is postgraduate doctors working in hospitals. Their salary structure, if you look at it, other states, of course it is, there is a long list what's the pay applicable to other states. So if you can get their working hours also, or whether there is any notification issued by the government regarding the working hours, or if there is any rule in other states, like, okay, that is the doctors need not work for more than 8 hours or 10 hours or whatever it is. And this is their salary. So naturally, when we work for more hours, whether it is right, because one state in same country, one state says the doctors need not work for more than 8 hours, or definitely more than 10 hours.
and this is the salary. Especially when compared to the cost of living in Kerala. You look at the salary structure, all sector. Because plantation sector, if you look at it, the daily wages, suppose it is 500 in tea plantation today, ordinary worker. But of course, they also are entitled for free house, free accommodation, free medical, free electricity, free water. All these they're getting free. So roughly, if you work it out, it will be around 1,000 rupees a day. But the same identical work done by a worker in Tamil Nadu, his salary is much less. So Kerala, if you look at it, every industry, the salary is at least 50% more than what is payable in other states. But in the case of doctors, when you look at the list, Kerala, I think, is the least paid for the doctors. Why? Because when you look at the so it is, in fact, I don't understand. Because every time when I challenge it, see, it is I challenge the notification issued by the government fixing wages. Government of Kerala, when they issue wages, fixing wages for other, because when I appeared for other industries like maybe petroleum sector or even like beverages, because I recently filed a writ petition challenging the minimum wage fixed by the government for employees in the companies, and it is manufacturing liquor. So I said, see, it is on one side the government is fixing the commission, and the government say that I cannot sell it to outside. I can sell it to only Beverages Corporation. I am a manufacturer. So a company like United Beverages. So in fact, they manufacture the product, and I am compelled to sell it only to the government. And then the government is fixing the price, and I am getting 100, and the government is fixing 1,000. So the government is selling it at 1,000 rupees, and I am compelled to sell it to the government for 100. So the government, for the product I am manufacturing, the government is making almost 1,000% profit, and then the other side government say that this is what you have to pay. So every decision is taken by the government, and all are for my disadvantage. So the same way, if you look at it, the government, I think there are some restrictions in private practice for the government doctors. Yeah, medical colleges. So this is, see, it is the government on one side say that this will be your salary, and the government say that you cannot do any private practice. So okay, fine, I can't do private practice, I accept. But then my salary has to be reasonable. Because that way, I think it is you have to project your grievances in a way that going for comparison with other statutes, and also the restrictions in the other statutes, working conditions in the other statute, the salary in other statutes, all these things you have to bring into the notice of the government and request the government to have a. Then I think it is with the leadership of Dr. Benavan and Dr. Sri Kumar and other leaders of IMA. And also the presidents of all the association KGMOA, KGMCTA, KGIMOA, KPMCTA KMPGA. I think you definitely have a wonderful leadership, and the way they spoke, in fact, even I felt it shocking. So naturally the government can't ignore it. And your leaders definitely can speak. But when you go to the government, if you have an external force with you, probably that will give you more strength. That make you very bold. And probably that is, they will be able to a certain extent, to move the government. But they make some changes. So, with this, I think the guidance what I could give to you, any further clarification or any further guidance, or if you have any legal doubts, I can definitely clarify it, no doubt. And I am grateful to the organizers of IMA
for this. Of course, all of you are very grateful to IMA, the way you speak about IMA for organizing this function. In fact, I think I also should express my gratitude to IMA for bringing up these issues to the notice of judiciary. And Dr. Vernon, of course, in a very brilliant manner, invited the right judge for the function. And Justice Levin, of course, is the right person. He has been a good friend of mine for long, and he is the right person to. And Dr. Vernon, you got the right chief guest, and he spoke well. Keep all these things in mind, and he will never forget it. So that tomorrow evening he will call me, or today evening he will call me. Then what happened? What are you planning to do? So that is, he is so enthusiastic that realizing the grievances. That's why I gave it to him. That's why I wanted him to go through your grievances. So don't worry about it. So your grievances will be solved without delay. All the best. Thank you. Thank you, sir. It was an excellent talk. I think after listening to your talk, we felt that there's light at the end of the tunnel. And all the speakers, I can see the way Dr. Nirmal, Dr. Vinod, Dr. Suresh, all the PG Association, all of them, they were very enthusiastic. They know, okay, there is something, we have some hope. The judiciary will help us. Thank you so much. We'll definitely not be asking you doubts. We'll definitely be following you and requesting you to help us in our endeavor to find solutions, how to go about in the courts. I think that will be discussed at all the associations. IMA will discuss, and then we'll come back to you. Before we close the thing, I request Dr. Benevan for his closing remarks. So we've all come here together. Actually, when this program was conceived, let me tell you very honestly, when Dr. Suresh and Dr. Ashraf, all of them were detailing the way VIP, duty is done, I had virtually tears in my eyes, because I never realized that doctors go through such pathetic situations to execute their duties. So I think this is the right time that we've all come together, and in fact, with all the associations expressing their concerns and their issues, we have in fact opened up a Pandora's box. This is much more than any of us has imagined, and like our learned senior advocate has said, it's shocking. That was how he started his address. It is shocking. It surely is shocking to all of us who are present here. And what we know is we are discriminated. There is violation of our fundamental rights, which is more grievous than probably human rights violations. And also there is a violation of statutory service conditions. I think the government is taking some kind of a excuse in that we don't have statutes, so that nothing is applicable to us. But we have some hope here. But what we need to do again is, like he advised, we can't have an external force to lead us, but we collectively stay together. And the IMA is there, because nobody can take action against the IMA. The IMA is there to spearhead your issues. We should all come together, and we should adopt the strategy rather than giving individual representations. We should prepare a white paper for collective bargaining. We'll have a representation. We will have a representation that is applicable to all on common grounds, because 90% of the issues are common to all of us. We will have that, and then with IMA, I'm not saying leadership, we are all leaders, we are all equals, but IMA will take the initiative for the simple reason that IMA cannot be harassed by any government or any other services. So as a way forward, what I suggest is we'll take appointments from our learned advocate, and like each of these associations you should have one more sitting with him, so that he gets a better understanding of what the real issues are, and all of us will together, we will prepare a representation to be submitted to the government, and all of us will together go and meet the government, and we will give the representation, and we'll wait on what the response from the government is going to be. We'll give the government some time, or if not, we'll collectively move towards the judiciary, because that's our only ray of hope. So let's work together. So I think, like I said in the beginning of my address,
today history will be made. And I thank you all for being here today. Very patient. It's almost 3 o'clock, and the very fact that all of you have been seated here in good numbers till 3 to hear our learned advocate speak to us shows the real concern that all of us are facing. So, but we will make sure that no doctor is discriminated. We will stand together and united. We will fight it out, because that's part of our celebration. May I invite our respected secretary to propose the vote of thanks. Respected President, dear leaders, it's almost 3 o'clock now. I won't take much time. Sitting there, I was thinking that how I can express our gratitude to these legal luminaries and also to you, because it's already 3 o'clock, and I can see almost all the delegates sitting silent, hearing the voice of Dr. Benny Thomas. And first of all, let me thank our state president, beloved state president, the energetic leader, Dr. Joseph Benavan, who has started leading the association through the year 2023-24. Actually, this is our first official program. We have kick-started, sir, in a very good, very great manner. Thank you very much, our beloved president. And in his absence, Justice Devan Ramendra, who stood always with us in all our issues, in all our concerns. We are concerned our profession as his own profession also. And in his absence, let me thank on behalf of Indian Medical Association and our leaders and all our members, Dr. Devan Ramendran, for considering us as close profession with his legal profession. And regarding to Advocate Benny Thomas, you made this seminar a wonderful one, because I was watching all these delegates keeping silent when you were talking. You made, because it was our voice which came through you, sir, and it was sound of silence. I was able to feel that sound from you, because everyone was sitting silent. And from the bottom of all of our hearts, let me express our sincere gratitude to you, sir. And because we have to move forward with all these issues, and we have to work on it, and we have to plan our future plans according to your advice and your advice and all the. And actually, you got into our shoes, and your words were full of sympathy, and rather than that, it was full of empathy, sir. Once again, thank you very much, sir. And let me thank all the representatives from the different service organizations. Dr. Suresh from KGMOA. Actually, Dr. Sunil Secretary is also here. And Dr. Nirma Bhaskar, who is the president of KGMCTA, and Dr. T.P. Ashraf, who talked on behalf of the KGMCTA. Dr. Vinod, representing the KGIMOA. Dr. Mubarak Sani, representing the KG Kerala Private Medical Teachers Association. And Dr. Nitin, who represented the Kerala Medical Postgraduates Association, who presented his views in a very good manner. And let me thank all the past presidents of the Medical Association and all the senior leaders who stayed throughout the discussions, and all the delegates who have patiently stayed back to hear the deliberations throughout the discussions. And let me thank all once again, and let me thank Dr. A.V. Babu sir and the whole team of Periyar House for making all these arrangements. Once again, thank you all. Jai IMA, Jai Hind.